പ്രശ്നങ്ങൾ എൻ്റെ റൂട്ട് മാപ്പ് നോക്കി വരാറായിരുന്നു പതിവ്. പക്ഷെ ഈ പ്രശ്നം അത് ഞാൻ തന്നെ ഒപ്പിച്ചു വെച്ചൊരു പ്രശ്നമാണ്. ഇന്നത്തെ എൻ്റെ ചോരത്തിളപ്പ് കാരണം ആമസോണിൽ നിന്ന് പ്രശ്നത്തെ ഓർഡർ ചെയ്ത അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക്. കാടിറങ്ങിയോടി വരുമൊരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. അമ്പു കൊണ്ട് കൊമ്പ് പുതരണ വമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത ഒരു ഞൊടിതാ. എന്തിനുള്ള വിളി? എന്തു പറ്റി? എന്റെ കുഞ്ഞുമണികൾ എന്ന് എന്നെ വിളിച്ചേ? ഇപ്പം തന്നെ വേണോ? കുറച്ചേരം മുമ്പ് പോയതല്ലേ? ശരി ശരി. എന്റെ ദൈവമേ, അന്ന് ഞാനൊന്നും തീരെ മടിയുണ്ടായിരുന്നു. അതിനെ പൊളിച്ച് മടുത്തു. വിശ്വനം ഹരിതരീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം. നല്ല പരിചയമുള്ള മണം. അമ്മ ദോശയാണല്ലേ? ആടാ ദോശ. വീട്ടിൽ വേറൊന്നും ഇരിപ്പില്ല. മുതൽക്കാലത്തേക്ക് ഇന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞാൻ വെള്ളം ഉണ്ടാക്കി തരാം. എനിക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് സ്കൂളിൽ പോകാനുള്ള കുറെ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. കുഞ്ഞാവയ്ക്ക് ഇഷ്ടമല്ലേ എന്റെ മോനൊന്നും കൂടെ കഴിയെടുത്തേ. അമ്മയുടെ പരച്ചിലാണ് ഞാൻ ഈ വീണ് പോകുന്നത്. സാരല്ലമ്മ, ഇന്നും കൂടെ കഴിക്കാം. എന്നെ മംഗലത്തിലെ നരസിംഹ എന്തേ കണ്ടില്ല രാവിലെ? രാവിലെ തന്നെ സോപ്പും തോർത്തും എല്ലാം എടുത്തുകൊണ്ട് സാധകം ചെയ്യാനെന്ന് പറഞ്ഞ് കുളിക്കടവിലോട്ട് പോയിട്ടുണ്ട്. ഇയാ മോനൊക്കെ കൊള്ളാം. പെട്ടെന്നെങ്കിൽ വരണേ. തപ്പിയെടുക്കുന്നതിനൊക്കെ പാടാണ് എന്റെ അച്ഛനെ തപ്പിയെടുക്കാൻ. അച്ഛാ കിടക്കുന്നു. നരസിംഹമേ ഉണരൂ. അങ്ങോട്ട് ഒത്തില്ല. നീ വേറെ പോരെ. മതി മതി. ആടാ ശരിയായില്ലേ? പക്ഷേ ഇച്ചിരിയും കൂടെ ഒന്ന് പൊലിപ്പിക്കണ്ടായിരുന്നു എന്റെ എൻട്രി. നീ പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങനെ കാണിച്ചത്. ആ, നമുക്ക് അടുത്ത വട്ടം പിടിക്കാം. ആരോട് പറയാൻ? എന്റെ അച്ഛൻ കുളിച്ച മോഹൻലാൽ ആവില്ലല്ലോ. ഇതിന്റെ കോട്ട ഇതൊരു കഴിഞ്ഞില്ലേ? ഒന്നും കാണാത്ത പോലെ ഇരിക്കാം. നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. നിനക്കായി തോഴി പുനർജനിക്കാം. ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും, നിന്നെ ആർക്കും കൊടുക്കില്ല. ഒന്ന് കുറച്ചുകൂടെ. ഈ പ്രായത്തിൽ എനിക്കൊരു അനിയനും അനിയത്തെ നോക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കൂ. ആരോട് പറയാം? സക്സസ്ഫുള്ളി 3G. രാവിലെ തന്നെ തുടങ്ങിയതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും പറയാതെ കാര്യമില്ല. ചെന്ന് മേടിച്ച് മാറ്റിട്ട് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂട്ടാറുണ്ട്. എന്തിനാ നിനക്ക് എന്നോട് മാത്രം ഒരു വൈറസ് കൊലവറി? പിന്നെ ഉണ്ടല്ലോ, പെണ്ണായി പോയി അല്ലായിരുന്നെങ്കിൽ അടിച്ച് നിന്റെ 32 വലിയാനും എടുത്താന്. അടിക്കുമ്പോഴേ എന്റെ കൈ മോൻ പറിക്കാൻ പറ്റില്ല. താൻ അടിച്ച നോക്ക് കാണിച്ചു വരുന്നുണ്ട്. നീ അന്ന് കേട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ആലോചനയോ അല്ലയോ? പിന്നെ ഇയാളെ വലിയ ഐശ്വര്യറിയൊന്ന് കിട്ടണമായിരുന്നാണ്. തനിക്ക് എന്നെ കിട്ടിയത് ഭാഗ്യമില്ലോടോ. എന്തോ അമ്മ എന്താ രാവിലെ കൊണ്ട് ഉറങ്ങാണ്. മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂട്ടെ. ഇങ്ങനെ എന്താ കാണിച്ചെന്നറിയാമോ നിനക്ക്? ഇങ്ങാരെന്റെ 3 വർഷം പഴക്കമുള്ള സാരി ഉണ്ടല്ലോ, ഇത് ഫേവറേറ്റ് സാരി. അതെടുത്ത് ആരാണ്ട് വന്നപ്പോ ആർക്കും എടുത്ത് കൊടുത്തു. അത് മാത്രമല്ല, അടുക്കളയിരുന്ന കുറെ പാത്രം എടുത്തത് അപ്പുറത്തെ ലളിതയ്ക്ക് കൊണ്ട് കൊടുത്തേക്കുന്നു. ഇങ്ങനെ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? പുതിയ
താമസക്കാരല്ലേ, അവർക്കിപ്പം വാങ്ങിക്കാനുള്ള ഇതില്ലാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇച്ചിരി ഒന്ന് കടം കൊടുത്തതേ ഉള്ളൂ. അവനിങ്ങ് കൊണ്ട് തരുവന്നേ. ഈ കുഞ്ഞു കാര്യത്തിനാണ് അടി ഉണ്ടാക്കുന്നത്. രണ്ടിനെയും കൂടെ എടുത്തങ്ങ് കളയും. ഈ രണ്ടെണ്ണം കൂടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലെ വൃദ്ധസ്ഥാനത്തിൽ ഞാൻ കൊണ്ടിടും കേട്ടോ. അല്ലുമ്മാ, നീ എന്നെ മുത്തല്ലേ, ഇങ്ങ വന്നേ, നിന്നെ ഞാനൊന്ന് സ്നേഹിക്കട്ടെ. ഒന്ന് മാറി കൊച്ചുങ്ങളെ കാണും. എന്തുവാടി? അവരെ സ്കൂളിൽ വിടാനുള്ളതാ. നീ എഴുന്നേക്കുന്നുണ്ടോ? കുറെ നേരമേ ഇറങ്ങുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ ലാസ്റ്റ് ഡേ ആണെന്നറിയാതെ അങ്ങോട്ട് എഴുന്നേക്ക് വേണ്ടേ? ഇത്രയും സംഭവം ഇടാവുന്നിട്ട് നീ അറിഞ്ഞു പോലും അങ്ങോട്ട് എഴുന്നേക്ക് വേണ്ടേ? ഞാൻ റെഡിയാവാം. പെട്ടെന്ന് പോയി കഴിച്ച് റെഡിയാവാം. നമുക്ക് ഇറങ്ങാനുള്ളതാ. അല്ലെങ്കിൽ ആ തവളയുടെ നിന്ന് മഴ കേക്ക്. ഒന്നാമത് ലാസ്റ്റ് ഡേ. പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്കുന്നേ. ഹലോ അനിൽ, ഗുഡ് മോർണിംഗ്. കാന്താരി എഴുന്നേറ്റോ? ഈ വാർത്തയൊക്കെ കാണുന്ന എന്തിനാ? അതിനൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാനില്ലേ? പെട്ടെന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കൂ, സമയം ഒരുപാടായി. ഇതൊക്കെ പഠിച്ച് കണ്ടോ കാണിക്കാനാ? ആരുണ്ട് കാണിക്കുന്നത്? ഓ, കഴിക്കുന്ന ചേർക്കണ്ടിരിക്കും. നമ്മളിവിടെ പഠിച്ചോണ്ടിരുന്നത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ബെർണോളിസ് തിയറം നോക്കി വെച്ചേക്കണം. അത് ചോദിക്കാതിരിക്കാം. ദേവു, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് റിവിഷൻ ക്ലാസ്സാ, ലാസ്റ്റ് ഡേ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണോ ഇത്ര ലേറ്റ് ആയത്? സോറി സർ, ബസ് കിട്ടിയില്ല, അതുകൊണ്ടാ. ഇനി ലേറ്റ് ആയിട്ടും കാര്യമില്ലല്ലോ. ഇന്ന് അവസാന ദിവസമല്ലേ, കേറി ഇനി അങ്ങോട്ട്. ഇല്ല സാർ, ഇനി ലേറ്റ് ആവില്ല. എന്താ ലേറ്റായി? ഒന്നും ഇല്ല, ഉറങ്ങിപ്പോയി. ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നുള്ള കാര്യം മറന്നുപോയതാ. തോന്നി 2000 years later. എനിക്ക് ദേവോന് എന്തായാലും വലിയ പ്ലാനൊന്നുമില്ല. ഞാൻ ബസാബുവ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതല്ലാണ്ട് ഞങ്ങൾ വേറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ട് തന്നെ അല്ലേ? ഇപ്പൊ എക്സാം പാസ് ആണ്, അതല്ലാണ്ട് വേറെ ഒരു ആഗ്രഹമില്ല മനസ്സിൽ. എന്തായാലും അങ്ങോട്ടാ. ഞാൻ വേറൊന്നും നോക്കി വെച്ചിട്ടില്ല. എന്തായാലും CET കോളേജ് വേറെടുത്ത് വെച്ച് കാണാൻ ഇനി ബാക്കിയല്ല. കോളേജിലൊന്നും എല്ലാ പിള്ളേരും വന്നു. എന്തു പറ്റി? HOD പ്രിൻസിപ്പൾ വല്ല മടിയായോ? കുട്ട അതിന് ചക്കരക്ക് നേരത്തെയാണെന്നാണ് കുട്ട. വീട്ടിൽ നമ്മൾ വൈകിട്ടിൽ രാവിലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ റൊമാൻസ്. അതാണ് നമ്മളെ ഞാൻ വീട്ടിൽ എന്താണ് HOD വൈസ് പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ മടിയായോ? ഇത്ര ആൾക്കാരൊന്നും കോളേജിൽ അറിയില്ല. ഒരു പിടുത്തമില്ല. രാവിലെ ഞാൻ കോളേജ് നോക്കാൻ ദേവിയെ ഒരു സുഖിലെടുത്താൽ ഒരു പോലെ പിള്ളേര്. സാധാരണ ഇത്ര ഇടത്തിൽ ഇവിടെ കാണാറില്ല. എന്താ സംഭവം ആർക്കറിയാം? ഏതൊക്കെ സബ്ജക്റ്റാ ഉള്ളത്? ഇന്ന് തിങ്കളാഴ്ചയല്ലേ, മറന്നു. അപ്പോ ഇന്ന് രാവിലെ നോക്കാൻ തിയറിയായിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ലാബ്. ഉച്ച കഴിഞ്ഞ് നന്നായി പോകുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞ് മുങ്ങാനിരുന്നതാ. ക്യാൻറ്റീനിൽ പോയി എങ്ങനെ ഇരിക്കായിരുന്നു രാവിലെ. എനിക്ക് വലിയ തിയറി എല്ലാം കേട്ടോണ്ടിരിക്കുക. ബോറടിക്കും, ഉറങ്ങാൻ സമ്മതിക്കണം. അതും ഇല്ല. ഗ്രേറ്റ് ഐഡിയ. നമുക്ക് മുങ്ങാളിയാ. പിന്നെ രാവിലെ പുതിയ സാർ വീടെന്ന് പറഞ്ഞില്ല. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പുതിയതായിട്ടുള്ള സാറിന്റെ ഫസ്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് സാറിനോട് എഴുതി അതിന്റെ ഒരു പരിപാടി. എന്നാ ഭാഗ്യവാനി ഒന്ന് മുഖം കാണിച്ചിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങാം.
തീർന്നല്ലോ. 0 to infinity. ഇത് കഴിഞ്ഞ് എന്താ ഇത് സോൾവ് ആവാത്തെ? അമ്മേ ഒന്ന് സഹായിക്കടി. ആ നോട്ടിങ് ഞാൻ ഒന്ന് ഹോംവർക്ക് നോക്കി എടുത്തിട്ട് ഒന്നും വേണ്ട. ഇന്നലെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും ഇത് ചെയ്യണ്ടോ, എനിക്കെല്ലാം പറഞ്ഞല്ലേ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്താ മതി. ഇനി ഇതും പറഞ്ഞ് എന്റെ അടുത്തോട്ട് അങ്ങനെ വന്നാലും ഉണ്ടല്ലോ. എന്തുവാണ് ഇങ്ങനെ കണ്ണിച്ചോരില്ലാത്ത ആവാതിരിത്താമ്മേ, കഷ്ടമുണ്ട്. എന്ത് കഷ്ടം? ഒരു കഷ്ടമില്ല. വേണമെങ്കിൽ സ്വന്തമായിട്ടിരുന്നെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ആരോ എന്തൊക്കെയോ പറഞ്ഞാൽ അങ്ങോട്ട് പോയത് ഹോംവർക്ക് വാങ്ങിക്കുമെന്നോ എഴുതുമെന്നോ എന്തൊക്കെയോ പറഞ്ഞാൽ നിന്റെ കാമുകയില്ലടാ അതെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഹോംവർക്ക് എഴുതിയിട്ടില്ല പറ്റാ. ഞാൻ എന്തായാലും ഇതിനകത്ത് ഇടപെടുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ വാടായി കണ്ണിച്ചോരില്ലാത്ത പട്ടി. ഇനി എന്തോ തേങ്ങ എടുത്ത് വെച്ച് കാണിക്കുമെന്ന പേടിക്കല്ല. നീട്ടേക്കല്ല, ഞാനും ഉണ്ട്. ഞാനും ചെയ്തിട്ടില്ല. അപ്പൊ ഓക്കെ, നമുക്ക് രണ്ടിനും കൂടെ ഒരുമിച്ച് പോയി വിളിക്കാം. മോർണിംഗ് സ്റ്റുഡൻസ്, ഞാനാണ് നിങ്ങളുടെ പുതിയ സാറ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് പതിയെ എല്ലാവരും പരിചയപ്പെടാം. ഇപ്പൊ ഒട്ടും സമയമില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എല്ലാവരെയും വിശദമായി പരിചയപ്പെടാം. എടാ, നമ്മുടെ പാൽക്കുപ്പി അരിയേട്ടൻ ഇങ്ങനെയാണോ പുതിയ സാറ്? ഇതാണല്ലേ അപ്പം കള്ളന് കഞ്ഞിയൊക്കെ കള്ളന് കഞ്ഞി വെച്ചവരെന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായ എന്റെ അർത്ഥം. Later. അരി സാറേ, എന്റെ പൊന്നു പിള്ളേരെ ദൈവത്തെ ഓർത്ത് നീയൊക്കെ പേര് അർഹം പറഞ്ഞു കൊടുക്കരുത്. എനിക്ക് വന്നോളനെ ഇങ്ങനെ എടുക്കാൻ വയ്യാത്തോണ്ട പ്ലീസ്. ഞാനിപ്പോ നിങ്ങളുടെ സാറാണ്, അതെങ്കിലും നിങ്ങളൊന്ന് ഓർക്കണം. എന്താ സാർ, ഞങ്ങൾ പറഞ്ഞൊന്നും കൊടുക്കത്തില്ല. ഞങ്ങളുണ്ട് സാറിന്റെ കൂടെ. ഞങ്ങൾ ആരാ പുതിയ സാറെന്ന് ആലോചിച്ച് പേടിച്ചിരുന്നത്. ഇപ്പൊ ഒരു സമാധാനമായി. അപ്പൊ ശരി സാർ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നില്ലേ? ലാബ. അപ്പൊ രാവിലെ ഇരുന്ന് ബോറടിക്കാൻ വയ്യ. എന്നാലും ഇനി തവണ മാത്രല്ല ലെക്ചറാ 2 പീരീഡ്. അതൊന്നും കേട്ടിരിക്കാനുള്ള ശേഷിയില്ല സാറേ. ഞങ്ങൾ എന്നാ പോവാ. എന്താ ചെയ്ത് പൊക്കോ. ഇതൊക്കെ കാണുമ്പോ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച കാലം ഓർമ്മ വരുന്നു. അപ്പൊ എങ്ങനാ എല്ലാരും അതേ ലോകത്തോട്ട് പോവണ്ടേ? കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അപ്പൊ ഞാൻ അതിന് പോവാം. നിങ്ങൾ എന്തായാലും അതേ ലോകത്തോട്ട് പോക്കോ. കൊണ്ടുപോകുമ്പോ ഫ്യൂച്ചർ ഹസ്ബൻഡിനും വേണമായിരിക്കും അല്ലേ? കൊണ്ടുപോകും. എന്നാൽ ഞാനിങ്ങോട്ട് പിന്നെ നമുക്ക് അതേ ലോകത്ത് പോവാം. നിങ്ങൾ ഇപ്പം തൽക്കാലം പൊക്കോ. അങ്ങനെ അവന്റെ പോന്ന് ഇവനാണ് ശരിക്കുള്ള പഠിപ്പി. അവന്റെ പഠിപ്പും പ്രേമവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു. കണ്ടിട്ട് കൂതിയാവുന്നു. ആരവില്ലടാ, പോട്ട് അവർ എൻജോയ് ചെയ്യട്ടെ. നമുക്ക് എന്തിനേലും ഒന്നിനെ സെറ്റാക്കാം. അതിനിക്കട്ടെ നിനക്ക് എത്ര പ്രപ്പോസൽ വന്ന് അതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഒറ്റ പട്ടിക്കുഞ്ഞു പോലും എന്റെ അടുത്ത് വന്നിട്ടില്ല പ്രപ്പോസലുമായിട്ട്. എടാ, നീ എന്നെ പ്രപ്പോസ് ചെയ്ത് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ നിനക്ക് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് സെറ്റായിട്ട് സുഖമായിട്ട് ഇവിടെ വീട്ട് വാങ്ങി പൊക്കൂടായിരുന്നോ? അപ്പൊ എനിക്ക് വേണ്ടി ആലോചിച്ച് വെച്ചിരിക്കുന്ന എന്റെ 2 മാപ്പെണ്ണങ്ങളെ നീ ഒന്ന് നോക്കൂടാ. പറഞ്ഞ പോലെ അങ്ങനെ 2 ആൾക്കാരുണ്ടല്ലോ. എന്താ പിള്ളേരുടെ ഫ്യൂച്ചർ പ്ലാൻസ്? നീ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി കല്ലുമ്പോ പറഞ്ഞ് പിള്ളേരെ ഇവിടെ ചേർത്താൽ മതിയെന്ന്. കല്ലുമ്പോരോട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലച്ചന് പിന്നെ വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോ 2 ഇരകളെയും കൂടെ CT കോളേജിൽ കിട്ടിയിരിക്കുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റാ? എന്തായാലും കമ്പ്യൂട്ടർ ആയിരിക്കും. നിന്റെ പാതയിലെ പിള്ളേരും നിന്റെ വൈ നോട്ട്? ചെറുതായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റില നമ്മുടെ സ്വന്തം ജൂനിയേഴ്സ് ആയിട്ട് വരും. പിന്നെ അവർ 2 പേരും മാത്രമല്ല, അവരുടെ 2 കൂട്ടുകാരും കൊണ്ടുണ്ട് ഇങ്ങോട്ട്. മൈ ഗോഡ്, അപ്പൊ എനിക്കൊരു ചാൻസ് ഉണ്ട്. അവളമാരെ വെച്ച് ബാക്കി 2 പേരുണ്ടല്ലോ. അരിക്കറിയാണെങ്കിൽ പിടിച്ചു കയറിക്കോളാനേ. പിടിച്ചു കയറുന്നതൊക്കെ കൊള്ളാം. അവളമാരെല്ലാം കളരിയും കരാട്ടയൊക്കെയാണോ പറയുന്നത് കേട്ടത്. സാരമില്ലത് കുട്ടാ, ഞാൻ നോക്കിക്കോളാം. ഈ ചേട്ടൻ നോക്കിക്കോളാം അതൊക്കെ. അതെ, ഒരുക്കങ്ങളൊന്നും കഴിയില്ലേ? നീ അവരിപ്പം വരും. കൃഷ്ണേട്ടാ, ഒരുക്കങ്ങൾ കഴിയാറായി. അവര് വന്നേ. നിങ്ങൾ ഈ വന്ന കാര്യം നിൽക്കാതെ അകത്തോട്ട് കയറിയിരുന്നേ. അല്ലേലും ഏട്ടൻ എന്നെ പണ്ടേ വേണ്ട. എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നു കേട്ടോ.
എന്റെ പൊന്നു കല്ലുമ്മ, നീ എന്നും ഈ ഏട്ട എന്റെ കുഞ്ഞനിയത്തി കുട്ടിയായിരിക്കും. പിന്നെ എന്താ പ്രശ്നം? കല്ലു ചേച്ചിക്കുള്ള എന്നോട് സ്നേഹം. ഞാൻ മിണ്ടത്തിന് ഇനിയേട്ടനോ? വാ ചേച്ചി, നമുക്ക് അവിടെ നിൽക്കുന്ന നമുക്ക് അകത്ത് സംസാരിക്കാം. വാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അടിയൊക്കെ കിട്ടാറുണ്ടോ? പിന്നെ അതൊക്കെ നല്ല മുറക്കെ നടക്കുന്നുണ്ട്. എവിടേക്ക് അടിയുള്ളതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. ആ മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചതേ ഉള്ളൂ, എവിടെ പോയെന്ന് രണ്ടും. ഞങ്ങളതോ കുളിക്കാതെ പോയിട്ട് വന്നതാ. അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അവിടെ വരെ പോയി വന്നതാ. ആ കുട്ടിക്കാലത്തെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. ആ കൃഷ്ണേട്ടാ, നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതുമാതിരി രണ്ടെണ്ണത്തിനെ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പോകുന്നത്. അതെന്ത് പറച്ചിലാടാ? അവര് ഞങ്ങളുടെ പിള്ളേരില്ലേ, ഞങ്ങൾ അവരെ കൊണ്ടുപോകാൻ നോക്കോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മാമ. ഇവർക്ക് ഞങ്ങൾ രണ്ടാളൊന്നും ഒരു വിശ്വാസവും ഇല്ല. ആ, രണ്ടും ഇനി കേറിയോ? ദേ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് കൊള്ളാം. വെറുതെ നിന്റെ മാമനെയും ചേച്ചിയൊക്കെ ശല്യം ചെയ്താല ഉണ്ടല്ലോ, രണ്ടിനും ഞങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ. അവര് നല്ല പിള്ളേര്, അവരങ്ങനൊന്നും കാണിക്കത്തില്ല. നീ ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാതെ. ആ മക്കളെ, ഈ ആഴ്ച നിങ്ങളുടെ റിസൾട്ട് വരത്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം ഒക്കെ? നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ഫുൾ എ പ്ലസ് ആയിരിക്കുമല്ലോ. വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. ക്ലാസ് ടോപ്പർ ആയിരിക്കും, അല്ല സ്കൂൾ ടോപ്പർ ആയിരിക്കും ഞങ്ങൾ രണ്ടും. അതെ അതെ, 100% വിജയം. അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അഭിയേട്ടനെന്തേ? അവൻ കുറച്ചു നേരം മുമ്പ് അവന്റെ മുറിയിലോട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ. ഞങ്ങൾ എന്നാ അഭിയേട്ടനെ മുന്നോട്ട് പോകും, സർപ്രൈസ് കൊടുക്കാം. ഇല്ല, നീ അറിയുമ്പോൾ ഞാൻ പോകാതെ. അഭിയേട്ടാ, നിന്നോട് രണ്ടെണ്ണത്തിനോട് ആര് പറഞ്ഞു എന്നെ മുറിക്കാറ്? ഞങ്ങൾ അറിയാണ്ട്. ദൈവമേ, ഇറങ്ങി ഓടി. എന്തോ കൊണ്ടോണ്ടിരിക്കും രണ്ടും കൂടെ. സോറി. അയ്യോ, എന്റെ ചാരിത്രം പോയേ. ഇവിടെ വരെ വന്നു കയറിയപ്പോഴേ എന്റെ ചാരിത്രം നശിപ്പിച്ച്. ഞാൻ ഇനി എങ്ങനെ ഇവിടെ താമസിക്കും ഇവിടെ മകളുടെ കൂടെ? അബിക്കുട്ട, പിള്ളേരെ നന്നായിട്ട് നോക്കണേ. നിന്നെ വിശ്വസിച്ച് മാത്രമാ അവർ രണ്ടുപേരും പിള്ളേരെ രണ്ടെണ്ണത്തിന് ഇവിടെ വിട്ടേക്കുന്നത്, കേട്ടല്ലോ. പൊന്നു മാതാജി, എനിക്ക് അറിയാം അതൊക്കെ. ഞാൻ പിള്ളേരെ നോക്കുമ്പോളാം. ഇത് കൊറേ ആയല്ലോ. ഇവളമാര് ഇതെന്തോ കാണിക്കുവാ? കോളേജിലേക്ക് ലേറ്റ് ആവും. പാറാങ്ങളോട് പാറും ദേവും പെട്ടെന്ന് വാ. ചിന്നുമ്മ ദാ വരുന്നു, ഒരു 5 മിനിറ്റ്. ഞങ്ങൾ രണ്ടും റെഡിയായി. വാ പോവാം. അബിയേട്ടാ പറ, എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കാണാൻ? ഓണത്തിലാണ് വരാൻ പോകുന്നത്. അവിടെ ഓണപരിപാടിയൊന്നും നടക്കുന്നില്ല. പോകാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരും രണ്ടെണ്ണം. 10 മിനിറ്റ് തരും. അതിനുള്ളിൽ രണ്ടെണ്ണം ഡ്രസ്സ് മാറ്റി താഴെ പോകണം. അല്ലെങ്കിൽ ബസ്സിൽ വന്നാൽ മതി രണ്ടും. എന്നാ ഞങ്ങൾ മാറ്റിയിട്ട് വരാം. എങ്ങോട്ട് പോകാൻ ഒരുങ്ങി കെട്ടി? ആ ബൈക്കിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് നീ വരണ്ട, ഞാൻ പോവാ വീട്ടിൻ്റെ കൂടെ. ഓ പിന്നെ നീ പറഞ്ഞല്ല ഞാനങ്ങ് കേൾക്കുന്ന പോലെ ഓടിയോടെ ഞാൻ പോകുന്ന വീട്ടിൻ്റെ കൂടെ. ആര് പറഞ്ഞു? ഞാനേ പോകത്തുള്ളൂ അഭിയേട്ടൻ്റെ കൂടെ. നീ മാറി ഇങ്ങോട്ട്. ഞാൻ പോയ അഭിയേട്ടൻ്റെ കൂടെ വണ്ടി. അഭിയേട്ടൻ പോയ ഇനി ബസ്സിൽ പോണം. അപ്പൊ ഇനി എങ്ങനെ അങ്ങോട്ട് നടക്ക്? പോണ്ടായോ? നടക്ക്, അല്ലേ ലേറ്റാവും. ഇപ്പോഴേ സമയം കുറയായി. എന്തുമാണ് രാവിലെ മനുഷ്യനെ കൊലക്ക് കൊടുക്കാനാണോ നീ ബൈക്ക് കൊടുത്തുള്ളൂടെ വരുന്നേ? ഇല്ല, നമ്മുടെ പണിക്കാരനെ കെട്ടിക്ക് മാറിക്കും അങ്ങോട്ട്. ആ, അപ്പൊ രാവിലെ തന്നെ തന്നേക്കൂടെ കേട്ടപ്പോ എന്താ സമാധാനം? എവിടെ നീ പെണ്ണിന്റെ അശരി? നീ പറഞ്ഞ രണ്ടെണ്ണം എന്തോ കൂടും വിളിച്ചോണ്ട് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഇഷ്ടപ്പെട്ടോട് അതാ പിള്ളേരെങ്കിലും ഒറ്റക്കെട്ടിട്ട് വരാമോ? നീ എന്റെ പണിയാണ് ചേർക്കാൻ കാണിച്ചത്. നീ അകത്തോട്ട് വാ, ഞാൻ ബാക്കി അവിടെ വെച്ച് തരാം. ഇത് ജോൺ, ഇത്
മൈസെൽഫ് ആരോൺ പണിക്കർ, 3rd year CS ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊന്നുമില്ല, ബിൽഡിങ്ങിന്റെ ഏത് അറ്റത്തെ ക്ലാസ് ആണ് എന്റേത്. മതിയടാ മതി, മനസ്സിലായി കാണും അവർക്ക്. ഞാൻ ദേവിക. ഞാൻ പാർവതി. ദേവു, പാർവു, നന്ദു, ഇവിടെ വാ. ദേ, ഇതാണ് ഞങ്ങൾ നിന്നോട് എപ്പോഴും പറയാനുള്ള ആദ്യേട്ടൻ. ഇത് ജോണേട്ടൻ. ഞാൻ ആരോൺ, 3rd year CS ആണ്. എന്തോ ആ ബിൽഡിങ്ങിലെ അറ്റത്തെ ക്ലാസ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ ചേട്ടാ. ഞാൻ നന്ദന. എടാ നീക്ക് ഓഡിറ്റോറിയത്തില് വന്നോ? ഞങ്ങൾ നോക്കിയിരുന്നതാ. ദേ ഹരിക്കുട്ട, ഇതാണ് പാർവതി, ഇത് ദേവു, പിന്നെ ഇത് അവളുടെ ഫ്രണ്ട് നന്ദന. ഹലോ ചേട്ടാ. ചേട്ടൻ ഏതിയടാ? ഏത് ഡിപ്പാർട്ട്മെന്റാ? അയ്യോ, ആദ്യമായിട്ടായിരിക്കും ചേട്ടാന്നൊക്കെ കയറി ഞാൻ വിളിക്കുന്നത്. ഇത് ചേട്ടനല്ല, ഒരു ഡിപ്പാർട്ട്മെന്റിലും പഠിക്കുന്നില്ല, പണ്ടേ ഓടി തീർത്തതാ. നല്ല പ്രായമുള്ള മനുഷ്യനാ, ഇവിടത്തെ സാറാ. അയ്യോ സോറി സർ, ഞങ്ങൾ അറിഞ്ഞില്ല, അറിയാണ്ട്. അതൊന്നും കുഴപ്പമില്ല. നിങ്ങളന്ന് ഓഡിറ്റോറിയത്തിലോട്ട് വരില്ല. പിന്നെ കാണാം ചേട്ടാ, ബൈ. പിന്നെ കുട്ടി ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? CS ആയിരിക്കും അല്ലേ? അല്ല സർ, ഞാൻ ഫസ്റ്റ് ഇയർ മെക്ക. എന്നാ ശരി, കുട്ടി അകത്തോട്ട് വന്നോ. എന്താ ഹരി സാറേ, ആ കുട്ടിയോട് ഒരു ചായ്വ് കാണുന്നു ഞങ്ങൾ. എന്തേലും ഉണ്ടോ ഇപ്പം പറഞ്ഞ? അങ്ങനൊന്നുമില്ലെന്ന് പറയാമോ? ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലൂടെ ഒന്ന് പോണം. പറയാൻ ഒരു പെണ്ണിനെയൊക്കെ കെട്ടിക്കൂടെ? ഈ കൊച്ചിനെ നോക്കി നിങ്ങൾ എത്ര വയസ്സുണ്ട് മനുഷ്യ? ഞാനിപ്പോഴും തീർത്തു ഇന്നലെ ഇട്ട റെഡ് ഷോൾഡേഴ്സ്. ഇറ്റ് റിയലി സൂട്ട്സ് യു. ഇനി നമുക്ക് പുതിയ കളർ കോമ്പിനേഷൻ ഒക്കെ ട്രൈ ചെയ്യണം. എന്തായാലും ചുരിദാർ കുട്ടിക്ക് നന്നായിട്ട് ചെയ്യും. പോ ചേട്ടാ. What a quiet surprise. നോക്കിയടാ ജോണെ, 5 വിരലും ആ മുഖത്ത് പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ആ മുഖത്തിനൊരു ഐശ്വര്യമൊക്കെ തോന്നിയത്. വത്തി കുത്താതട വട്ടി. എടാ ജോണെ, ഈ വായിക്കകത്ത് 32 പല്ലുണ്ടോന്നൊന്ന് നോക്കിയേ. ആ അടി കാരണം 2-3 തെറിച്ചു പോയോന്ന് എനിക്കൊരു ഡൗട്ട്. എന്നെ അടിക്കരുത്, ഞാനിനി നന്നായിക്കോളാം. നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഇനിയും എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ മേടിക്കും. എന്തായാലും കുട്ടി വളരെ നല്ല കാര്യമാണ് ചെയ്തത്. അവളുടെ പേരെന്താ? ഞാൻ ലക്ഷ്മി, അവന്റെ ഗേൾഫ്രണ്ട്. ഇതൊക്കെ എപ്പ? എടാ സോണെ, നമ്മളെന്ന് പറഞ്ഞില്ലല്ലോ. ഈ വധൂരിക്ക് എന്ന് പെണ്ണ് സെറ്റ്? ഓൾമോസ്റ്റ് 1 year ആയി. 1 വർഷമായല്ലേ? മോളെന്നാ ക്ലാസ്സിലോട്ടില്ലേ? ആറുവിന്റെ ദേവിന്റെ ഒക്കെ ഫ്രണ്ടല്ലേ? ശരി, അവർ ക്ലാസ്സിൽ കാണും. ഇവന്റെ കാര്യമേ ഞങ്ങള് നോക്കിക്കോളാം. ഓക്കെ ചേട്ടന്മാരെ, എന്നാ ഞാൻ ക്ലാസ്സിലോട്ട് വന്നേ. അപ്പൊ എങ്ങനെ ആരോണെ തുടങ്ങുമല്ലേ? എടാ, നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മള് ഒരുമിച്ച് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞവരല്ലേ? ഇതൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ? ഓ, ഞാനില്ലാതെ എന്താ ഇവിടെ ഒരു കളിയും ചിരിയും? ഓ പിന്നെ ഭയങ്കര മിസ്സിങ്. എന്നെ ഒരു വട്ടം പോലും നീ വിളിച്ചു പോലില്ലല്ലോ. അത്ര മിസ് ചെയ്തെങ്കിൽ ആയിരിക്കും അങ്ങോട്ട്. ഈ വധൂരികള് എന്നെ പരിചയപ്പെടുത്തി കാണത്തില്ലല്ലോ അല്ലേ? ഞാൻ റീത്ത, 3rd year CS ഡിപ്പാർട്ട്മെന്റ്. ഹലോ ചേച്ചി. ജോണേട്ടൻ ഇന്നലെ പറഞ്ഞായിരുന്നു ചേച്ചിയുടെ കാര്യം. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം ജോൺ എന്നോട് പറഞ്ഞായിരുന്നു. ഇത് ദേവിക,
ഇത് പാർവതി, അത് നന്ദന അല്ലേ? ചേച്ചിയാള് കൊള്ളാമല്ലോ. പിന്നെ മോനെ ആരോണേ, നിന്നെ എനിക്ക് ഈ ക്ലാസ് കഴിഞ്ഞൊന്ന് വിശദമായി കാണണം കേട്ടല്ലോ. എന്റെ പൊന്നറിയത്താമ, ഇന്നലെ അബി നിന്റെ കാമുകനും കൂടെ എന്നെ തുണി അലക്കുന്ന പോലിട്ട് അലക്കിയതാ. ഇനി നീയും കൂടെ തുടങ്ങല്ലേ? അത് അവന്മാരുടെ വക, ഇത് എന്റെ വക. ആരിവിടെ കൊണ്ടുവിടുന്നത്? ഞാനറിയാൻ ദോസ്തനു. വന്നവന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? പക്ഷെ അത് അവിടെ എടുക്ക ഇപ്പം വേണം എനിക്ക്. അങ്ങനെ എനിക്കൊന്നും കേൾക്കണ്ട. അവന്റെ നമ്പർ എനിക്കിപ്പം വേണം. ഞാനിപ്പൊ അവനെ വിളിച്ച് ചെയ്ത് വിളിക്കും. എന്റെ പെണ്ണിനെ കൊണ്ടുവിടാൻ ധൈര്യമുള്ളവൻ ആരവൻ? ഹലോ, ആരാത്? ഞാൻ എന്റെ ഞാൻ ആരാന്ന് ചോദിച്ചാ നീ ആരാ? എടാ, കൊണ്ടുപോയിട്ട് ആരാന്നറിയാവോ? അവിടെ ആളെയാ, അയാൾ പോലീസിലാ. പിന്നെന്തടി നീ ഇത് നേരത്തെ പറഞ്ഞ? ദൈവമേ, ഇവൻ വല്ലതൊക്കെ വാങ്ങും ഇങ്ങനെയാണെങ്കിൽ. അതിന്റെ തുടക്കം തൊട്ട് വിളിക്കില്ലേ എന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ വിളിച്ചപ്പോ എനിക്ക് സന്തോഷമായി. എങ്ങനെ ഉണ്ടായിരുന്നടാ എന്റെ പെർഫോമൻസ്? പിന്നെ ഒന്നും പറയാനില്ല. സൂപ്പർ ബ്രോ, കീപ് ഇറ്റ് അപ്പ്. എന്നാണോ ഇനി അടി പാഴ്സൽ വരുന്നത്? യൂണിഫോം തന്നെ വന്നേ. ഞാൻ സ്റ്റേഷനിൽ പോയി ചാർജ് എടുത്തിട്ട് ഡയറക്റ്റ് തന്നെ വിളിക്കാൻ വന്നതാ. ദൈവമേ, എന്റെ ഏട്ടനെ കണ്ടിട്ടില്ലോ? ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതാണ് എന്റെ ഏട്ടൻ. നേരത്തെ മലപ്പുറത്തായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട്. അവളുടെ ആങ്ങളെയാണ്. അയ്യോ, മൂർക്കമ്മാമനെ ആണല്ലോ ദൈവമേ ചവിട്ടിയത്. ഇതാണ് ഏട്ടൻ അന്വേഷിച്ച ആരോ. ജീവ, ഞാൻ എന്നാ എന്റെ അളിയനോട് കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. മോളോട് നിൽക്കുക, ഞാൻ ഇപ്പം വരും. മോനെ ആരോണെ, പഠിത്തമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിൽ വന്ന് ഇവളെ പെണ്ണാലോചിച്ച് കല്യാണം കഴിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇതിന്റെ ഇടയ്ക്ക് വെച്ചെന്നാണ് നീ അവളെ ഇട്ടിട്ട് പോവാനോ അവളെയോ കരയിപ്പിക്കാനോ വല്ലതാണ് നിന്റെ പ്ലാനെങ്കിൽ മോനെ ആരോണെ, നീ പിന്നെ പുറം ലോകം കാണുന്ന ഓർത്ത് വെച്ചോ. പിന്നെ മോന്റെ ഹീറോയിസം ഒക്കെ കൊള്ളാം, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പെങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്, കേട്ടല്ലോ. ബാവാവേ, നമുക്ക് വീട്ടിൽ പോവാം. ഓ, അളിയനെ ഞാനൊന്ന് വിശദമായി പരിചയപ്പെട്ടതാ, വേറൊന്നുമില്ല. അയ്യോ, എന്നെ അനിലൂടെല്ലാം സ്വർഗത്തിലോട്ട് എടുക്കുമോ? എനിക്ക് ഇവിടെ നിൽക്കണ്ട. എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നിങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കണമെന്ന്. ഞാൻ വരുത്തരാം. എന്നെ പൊന്നറിയാമ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഒന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ കഴിക്കണം. ഈ പെണ്ണ് അന്നിരുന്ന് കഴിയടാ. സമയം ഉണ്ടോ എന്ന് പറഞ്ഞോണ്ടാ കുറെ നേരം കൊണ്ട് ലാപ്ടോപ്പിന് മുമ്പിൽ കുത്തിയിരിക്കുന്നത്. ഒന്നും കഴിക്കാൻ നോക്കിയേക്ക. ഓ ശരി മാഡം. വാഴക്ക, ഞാൻ വരുത്തരാം. നീയോ കഴിക്കുന്നില്ല, ഞാൻ തന്നിട്ടെങ്ങനെ നീ കഴിക്കാൻ നോക്ക്. എന്തുവാണ് ഇത്? എന്ത് ക്രിഞ്ചാണ് നീയൊക്കെ? രണ്ടാമത്തെ പെണ്ണ് സെറ്റായെന്ന് പറഞ്ഞ മനുഷ്യനെ സൗകര്യം തരത്തില്ല രണ്ടെണ്ണം. ഓ, ഞാൻ ഇരിക്കത്തില്ല, നീയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഞാൻ പോവാ. കൊണ്ടാ എഴുന്നേറ്റ് വന്നിട്ട് മൈൻഡ് പോലും ഉണ്ടോ തേണ്ടിയാണ്. നന്ദു, ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വേണമെങ്കിൽ ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് പറഞ്ഞു തരാം. എനിക്ക് ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക് എല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോളാം. അല്ലെങ്കിൽ എന്റെ അച്ഛനും എഞ്ചിനീയറാണ്, അപ്പൊ അച്ഛനോട് ചോദിച്ചാലും എനിക്ക് ഈ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുമല്ലോ. നന്ദു, തലവേദനയാണോ? വിക്സ് വേണോ? അതോ ആക്ച്വൽ എന്താ വേണ്ടേ? ചൂടുവെള്ളം എന്തെങ്കിലും വേണോ? പറ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ പൊന്നു സാറേ, എനിക്ക് കുറച്ച് സമാധാനം എന്താ. പിന്നെ
എന്നെ ഇങ്ങനെ നന്ദു നന്ദു എന്ന് വിളിക്കാതെ. എന്റെ പേര് നന്ദനാണ്. എന്റെ ഫ്രണ്ട്സ് മാത്രമേ എന്നെ നന്ദു എന്ന് വിളിക്കാറുള്ളൂ. പിന്നെ സാർ എന്റെ ടീച്ചറാ. ആ ഒരു ഇത് വെച്ചുകൊണ്ട് എന്നെ നന്ദനാന്ന് വിളിച്ചാൽ മതി, നന്ദു എന്ന് വിളിക്കണ്ട. നന്ദന, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ് എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം. ഞാൻ കുറെ നാളായിട്ട് തന്നെ പുറകെ നടക്കുന്നു. താൻ ഇതുവരെ ഒരു മറുപടി പോലും തന്നിട്ടില്ല. എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാതെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ കണ്ണിന് കൃഷ്ണമണി മോള് ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നെ കൊണ്ടത് നടക്കില്ല സാർ. സാർ എന്റെ ടീച്ചറാണ്. എനിക്കറിയാം എന്റെ ടീച്ചറിനെ കയറി പ്രേമിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പം പ്രേമത്തിനോട് ഒരു താല്പര്യമില്ല. എനിക്ക് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണം. അതേയുള്ള എന്റെ ലക്ഷ്യം. എനിക്ക് പ്രേമത്തിനോടോ ഒന്നിനും എനിക്ക് താല്പര്യമില്ല. പ്ലീസ് സാർ, എന്നെ വിട്ടേക്ക്. നന്ദു അല്ല നന്ദന, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഞാൻ ഇപ്പോഴും സ്റ്റിൽ യങ് ആണ്. വേണമെങ്കിൽ ഞാൻ പെണ്ണാലോചിച്ച് തന്റെ വീട്ടിലോട്ട് വരാം. അതിന്റെ ആവശ്യം ഞാൻ കാണുന്നില്ല. സാർ മാറി നിൽക്കേ, എനിക്ക് പോണം. നന്ദു ഒരു വട്ടം കൂടെ ആലോചിച്ചിട്ട്. അഭിയേട്ടന് ടീ ഇഷ്ടമായോണ്ട് ഞാൻ ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിയേട്ടന് കോഫി ഇഷ്ടമായോണ്ട് ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇതേപോലുള്ള പൈസ ആർക്കും കൊടുക്കല്ലേ ദൈവമേ. ചായ എടുത്തില്ലെങ്കിലും പാർപടണം, കോഫി എടുത്തില്ലെങ്കിലും ദൈവം പടണം. ഓ, ഞാനെടുക്കാന് രണ്ടും കൂടെ ഒരുമിച്ച് എടുത്ത് കുടിക്കാം. അല്ലാണ്ടൊന്നും ഞാൻ അഭിയേട്ടൻ ഇപ്പം പറയണം. അഭിയേട്ടൻ എന്നെയാണോ അവളെയാണോ ഇഷ്ടം? സത്യം പറയണം, ഇപ്പം തന്നെ പറയണം. എനിക്ക് രണ്ടുപേരും ഇഷ്ടമല്ല. എനിക്ക് എന്നെ ഇഷ്ടം. മാറി എങ്ങോട്ട്? എനിക്ക് ഇങ്ങനെ ശല്യം ചെയ്തവളാരെ? നോക്കിക്കോ, ഞാൻ തന്നെ നേരെ വളച്ച് അങ്ങനെ തുളച്ച് അങ്ങനെ ഇങ്ങ് കെട്ടും. ഓ, നീ ഞൊട്ടും. ഞാൻ ജീവനോടത്തോളം നീ അങ്ങനെ വളച്ചെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. സിനിമമാർക്ക് ഇന്ന് കുക്കിങ് ഞങ്ങളുടെ ഭാഗം. ഓക്കെ, സിനിമയ്ക്ക് ഇന്നത്തേക്ക് റെസ്റ്റ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഉണ്ടായിക്കോളാം. സിനിമയിൽ റെസ്റ്റ് എടുത്തോ. പാചകമൊക്കെ കൊള്ളതിന്റെ അടുപ്പ് എനിക്ക് ബാക്കി ഈ കൊലത്തിൽ തന്നെ തിരിച്ചു തരണേ. ഫുഡ് റെഡി. മാമാ, ഞങ്ങളാ ഫുഡ് വെച്ചത്. കഴിച്ചു നോക്ക്. മക്കളാണോ ഫുഡ് വെച്ചത്? ഓ, ഇന്നെങ്കിലും വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ. ഓ, അപ്പൊ ഇത്രയും നാളെ ഞാൻ വെച്ചാൽ ഫുഡിന് ഒരു ടേസ്റ്റ് ഇല്ലല്ലേ? അങ്ങനല്ല, ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? മക്കളും കൊണ്ട് ഒഴിക്കും. നല്ല ഇഡലിയും സാമ്പാറും കൂട്ടി ഞാൻ കഴിക്കട്ടെ. അപ്പൊ ഇന്ന് പട്ടിണിയാണെന്ന് ഉറപ്പായി. കഴിച്ചു നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. കുഞ്ഞു മക്കള്, നിങ്ങൾ സഹായിച്ചിട്ടില്ല വേണ്ട. ഇങ്ങനെ ദ്രോഹിക്കരുത്. ദൈവത്തെ ഓർത്ത് ഇനി അടുക്കളയിൽ കയറല്ലേ. എന്റെ പൊന്ന സാറേ, നിങ്ങളുടെ പാട് പ്രായമുള്ള എനിക്ക് ഇനി ഒന്ന് ജീവിക്കാൻ പറ്റും. നിങ്ങൾ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യാതെ. ഞാനായിട്ട് തന്റെ പുറകെ വരുന്നില്ല. തനിക്കൊരു ശല്യത്തിന് ഞാൻ വരത്തില്ല. ഒരു പെണ്ണിനെ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട അവളെ പ്രപ്പോസ് ചെയ്തപ്പോ അവൾക്ക് എന്നെ വേണ്ട. ടീച്ചറാണ് പോലും ടീച്ചർ. എനിക്ക് എത്ര വയസ്സുണ്ട്? 27 വയസ്സേ ഉള്ളൂ. അവൾക്ക് തന്നെ ഒന്ന് പ്രേമിച്ചോ? ഇനി അങ്ങ് കുളവനാക്കി കളഞ്ഞു. കല്യാണപ്രായമായി പെണ്ണു ഇതിനാ ഇഷ്ടപ്പെട്ട പെണ്ണിനോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പോവാൻ പറയാൻ കാത്തിരുന്നു. 2 മാസം എന്നോടൊന്ന് സംസാരിച്ചിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത പോലെ കാണിക്കും. ആരോടിരുന്ന് ഞാൻ സംസാരിക്കത്തില്ല. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എത്ര നാളായി കണ്ടിട്ട്? നീ എന്താ ഒന്ന് ഫോൺ പോലും വിളിക്കത്തില്ലല്ലോ. പിന്നെ പിള്ളേർക്കൊക്കെ സുഖമാണ്. ഭർത്താവ് ഇപ്പൊ എവിടാ? ഓ, എന്തോ പറയാനാടാ, ജോലി തിരക്കാണോന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം ഇപ്പം കാനഡയില. ഉടനെ വരുന്നുണ്ട്. കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പം അതിനെ വിളിക്കാനാണ് ഞാൻ വന്നത് തന്നെ. പിന്നെ ഇവിടെ അടുത്തൊരിടത്ത് കയറാനുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു നിന്നെയും കൂടെ കണ്ട് കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്കും ക്ഷണിച്ചിട്ട് പോവാന്ന്. പിന്നെ നീ ആളങ്ങ് ക്ഷീണിച്ചല്ലോ. എന്റെ പുറകെ നടക്കുന്ന നിർത്തിയിട്ട് വേറെ വല്ലപ്പെടും. പിന്നെ ആരിതെന്തൊട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരെണ്ണത്തിന് ഇവിടെ. ഇവിടുത്തെ മിസ്സുമാരില്ല. പിന്നെ ആരെയും ഇവിടുത്തെ കാര്യം സംസാരിക്കുന്നത്? അതെ, എന്താ നോക്കൊണ്ടിരിക്കുന്നുണ്ടോട്ടെ? ഓ, ഇത് നല്ല ജീവനങ്ങ് പോയി. ഹരി സാറിനെ വിളിഞ്ഞു നോക്കുവാണോ? കൊച്ചു കള്ളി.
എന്തുവാ ചേട്ടാ, ഞാൻ ഹരിസാറിനൊന്നും നോക്കില്ല. ഞാൻ ചുമ്മാ ഇവിടെ നിന്നതാ. പിന്നെ ആരും ചേട്ടാ, ഹരിസാറിന്റെ കൂടെ നിൽക്കുന്ന ആ പെണ്ണ് അതാരാ? ഓ അതോ, ആളെ നിനക്ക് അറിയത്തില്ലല്ലേ? അതാണ് ഞങ്ങളുടെ ഹരിസാറിന്റെ അഴകിയ ലൈല. കോളേജിൽ പഠിച്ചപ്പോ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. സാറിന് അവളോട് ചെറിയ ക്രഷോ ഇഷ്ടമോ കണ്ടുണ്ടായിരുന്നു. ഇവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ആ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. കേട്ടിടത്തോളം ഇവര് സാറിനെ മാത്രമേ കേട്ടത്തോളം എന്ന് പറഞ്ഞാ നിൽക്കുന്നത്. മിക്കവാറും നമുക്ക് ഉടനെ ഹരിസാറിന്റെ കല്യാണം കൂടാൻ പറ്റും. ഓ, കാണിച്ചു തരാടോ തന്നെ. താന് അങ്ങനെ എന്നെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ വന്ന് എനിക്കൊന്ന് കാണണം. ഹരിയേട്ടാ, ഇതാരാടാ? ഓ ഞാനോ? ഞാൻ ഹരിയേട്ടനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ. ഓ, തന്നെ പറ്റി പറഞ്ഞതേ ഇല്ലല്ലോ. എന്നാ ശരി, എനിക്ക് ഇറങ്ങാൻ സമയമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോട്ടെടാ, പോട്ടെ. ഓ, കണ്ടത് വളരെ സന്തോഷം. എന്നാ ശരി, ടാറ്റാ. എന്താണ് നടക്കുന്നേ? ഈ രീതിയില് മണ്ണെണ്ണ ഒഴിച്ചപ്പോ എന്താ സമാധാനം. ഇങ്ങനെ പോയ ഇങ്ങാരുടെ മരണം അവളുടെ കൈയും കൊണ്ടായിരിക്കും, മാമ്പൂന്റെ കൈയും കൊണ്ട്. ഇങ്ങനെയെങ്കിലും ഹരിസാറിന് ഒരു പെണ്ണ് സെറ്റ് ആവുന്നെങ്കിൽ സെറ്റ് ആവട്ടെ. നീ പറഞ്ഞ പോലെ എന്റെ പെങ്കൊച്ചെന്താ ഏലച്ചു. ഓ, എല്ലാ സീറ്റും കിട്ടാലോ. അവിടെ ഒരു സീറ്റുണ്ട്. ഇനി അവിടെ ചെന്നിരിക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാന്? എന്ത് കഷ്ടമായത്. ഇതൊക്കെ പഠിക്കുന്ന നേരത്തെ കോളേജിൽ വന്നത്. അപ്പൊ സ്കൂളിലും കോളേജിലും ഒന്നും ഒരേ സാധനം തന്നെ പഠിക്കണം. ഓ, ഇതൊക്കെ കണ്ടുപിടിച്ചവനെ ഉണ്ടല്ലോ. ഇപ്പൊ ജീവനോട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അവനെ വളരെ വിഷമിലേക്ക് കൊള്ളെടുത്ത് കൊന്നേനെ. ഇതൊക്കെ ഇനി എങ്ങനെ പിടിച്ചേർക്കാൻ? അടുത്ത ആഴ്ചയാണ് സീരിയസ് എക്സാം. എന്തോ ചെയ്യുന്നതാണ്. എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. யாருடா அது? ஹலோ, என்ன பாக்குற? ചേട്ടാ, എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. ഞാൻ അറിയാണ്ട് ഇവിടെ വന്നിരുന്നതാ. വേറെ സീറ്റ് എല്ലാം ഫില്ല. ഞാൻ ചേട്ടൻ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. സോറി. ഞാൻ സീറ്റ് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നില്ല. ഞാൻ ചേട്ടൻ ഒരു ശല്യത്തിന് വരത്തില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ല ദേഷ്യത്തിലാണല്ലോ. ഒന്നും പറയണ്ട എന്റെ ചേട്ടാ. ഈ മെക്കാനിക്സ് പഠിച്ച് പ്രാന്താവുക. എനിക്കാണ് ഒരു വക മനസ്സിലാവുന്നില്ല. ഓ, എനിക്ക് ഏതൊക്കെ മൊഡ്യൂളുണ്ട് അതിന്റെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് വീക്കാണ് എന്റെ സീരീസ് സ്റ്റാർട്ട് ആവുക. ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പൊട്ടു ഇങ്ങനെ പോയ. അത്രയ്ക്കും പാടാണോ? ഇങ്ങോട്ടാ, ഞാൻ പറഞ്ഞുതരാം. വേണ്ട ചേട്ടാ, ചേട്ടൻ അതൊരു ബുദ്ധിമുട്ടാ. നീ കൊണ്ടുവരുന്നോ ഇല്ലേ? ഇല്ല. പിന്നെ ഈ ചേട്ടാന്നൊന്നും വിളിക്കണ്ട. മൈസെൽഫ് ഭാരവ്, AC കോളേജിലെ 3rd ഇയർ സ്റ്റുഡന്റ്. തന്റെ പേരെന്താ? ഞാൻ പാർവതി, CET കോളേജ് ഫസ്റ്റ് ഇയർ CS ഡിപ്പാർട്ട്മെന്റ്. ചേട്ടാ, പിന്നെയും ചേട്ടാന്ന്. എന്നാ ഞാൻ സീനിയർ എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? സീനിയർന്നോ? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. Difference between petrol and diesel engine. ഫസ്റ്റ് മുതലിനകത്ത് ഈ ടോപ്പിക്കൊക്കെ നോക്കണേ. അത് മിക്കവാറും ചോദിക്കുമായിരിക്കും. പഠിക്കാം, നോക്കിക്കോളാം. ബേട്ടാ, നമുക്ക് വെളിയിൽ പോയി കളിക്കാം. എനിക്ക് മഴയത്ത് കളിക്കണം. എത്ര നാളായി മഴയത്ത് വെച്ചിട്ട്. പോവാം. ഞാനില്ല, നീ വേണമെങ്കിൽ പോക്കോ. നാളെ സീരിയസ് അല്ലയോ, പഠിക്കാൻ നോക്ക്. നമുക്ക് പിന്നെ പഠിക്കാം. ഞാൻ എന്തായാലും പോവാ. ഈ പെണ്ണ്
എന്താ സംഭവം? പറ. ഓ, എന്താന്ന് പറഞ്ഞാലേ പറയത്തുള്ളൂ. അങ്ങനെയാണെന്ന് നിങ്ങൾ പറയണ്ട. ബൈ. ഓ, ഞാൻ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി തന്നെ ഉണ്ട്. ഒച്ച വയ്ക്കല്ലേ. ഓ സോറി. ഇതെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താ സംഭവം? പറ. ഓ, എന്റെ സെം റിസൾട്ട് വന്നു. ഹോ, എന്താ നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാൻ അറിയത്തില്ലേ? കുറെ നേരം കൊണ്ട് വിളിക്കുന്നു. അപ്പൊ എന്റെ സെം റിസൾട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. അറിയണ്ടല്ലോ. ഒന്നുകൂടെ ചോദിക്കുക, നിങ്ങൾക്ക് അറിയണ്ടല്ലോ. എന്തെങ്കിലും കാണിക്കൂ. ഓ, വലിയ പെയ് കിട്ടിയില്ലേ? കാണിച്ചു തരത്തില്ല. ഇത് തരൂര് ചപ്പാലും തരൂല. ഞാൻ വിട്ടു തരത്തില്ല. അങ്ങനെ നിങ്ങൾ അറിയണ്ട ഇപ്പൊ എന്റെ റിസൾട്ട്. വലിയൊരു ജാണാണ് ഞാൻ. സോറി, അറിയാണ്ട് പറ്റിപ്പോയതാ. സാരമില്ല, അറിയണ്ടല്ലേ. സോറി, ഞാൻ പോവാ. നമുക്കൊന്ന് നാളെ കറങ്ങാൻ പോയാലോ? പിന്നെന്താ, നമുക്ക് പോയാലോ. എവിടെ വന്ന പോലെ? അതൊക്കെ സർപ്രൈസാ. എന്തായാലും നീ ഇത്രയും നാളുകൊണ്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നാളെ നിനക്ക് ഉത്തരം കിട്ടും. എന്നാലും ഒരു ക്ലൂ എങ്കിലും എന്താ? എന്നാ നീ വരണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഞാനിനി ഒന്നും ചോദിക്കില്ല. ഓ, നാളെ രാവിലെ ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വരാം. ശരി, ഞാൻ നേരത്തെ റെഡി ആയിരിക്കും. ഇറങ്ങിക്കോ, സ്ഥലം എത്തി. അതെ, പുറത്തുതന്നെ നിൽക്കാനാണോ പ്ലാൻ? നമുക്ക് അകത്തോട്ട് കേറണ്ടേ? അതെ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്നെ കാണാൻ അത്രയ്ക്കും സുന്ദരനാണോ? എന്തേ എന്റെ ലോലിപോപ്പും മുട്ടായിയൊക്കെ എന്തേ? എനിക്ക് പ്രോമിസ് തന്നതാ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരുമെന്ന്. എന്റെ കാത്തു, നീ ചോദിച്ച എല്ലാം ഈ കവറിലുണ്ട്. ഗുഡ് ബൈ. എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കല്ലേ, എല്ലാവരോടും ഷെയർ ചെയ്യണം. ഓ ഓക്കെ, ഞാൻ എല്ലാവർക്കും കൊടുത്തേക്കാം. മോനെ, നിനക്ക് സുഖമല്ലേ? കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. സുഖമാണ് സിസ്റ്റർ. ഇതാരാ മോനെ കുട്ടി? ഞാൻ പരിചയപ്പെടുത്താൻ മറന്നതാ. ഇത് പാർവതി, എന്റെ ഫ്രണ്ടാ. ബൈരു ബാ, നമുക്ക് കളിക്കാം. ബാ, നമുക്ക് ഒളിച്ചുകളി കളിക്കാം. ബൈരു ബാ. ആദ്യമായി അവനൊരു ഫ്രണ്ടിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. മോളവന് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരിക്കും. അവന്റെ 10 വയസ്സ് തൊട്ട് അവൻ ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കുട്ടികളെ പോലെ അവനൊരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലായിരുന്നു. എപ്പോഴും സന്തോഷമായിരുന്നു. അവന്റെ ഉള്ളിൽ നീറുന്നുണ്ടായിരിക്കും, പക്ഷെ അവൻ അത് ആരുടെ മുമ്പിലും കാണിക്കാറില്ല. എപ്പോഴും ചിരിച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചിങ്ങനെ നടക്കും. ദൈവം എന്തിനാണ് എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചത്? അവൻ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു. ഇനിയെങ്കിലും അവനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ മോളെ, എനിക്ക് പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ചേച്ചിക്കറിയോ, ബൈരു ആദ്യമായിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നേ. അപ്പൊ ബൈരു അത്ര സ്പെഷ്യലാ ചേച്ചി. ചേച്ചിയായിട്ടൊരു പ്രോമിസ് തരാമോ? ബൈരു കഴിഞ്ഞ കാർട്ടൂന് സങ്കടം വരും. അതുകൊണ്ട് ബൈരു എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എന്റെ ബൈരുവിനെ നന്നായിട്ട് നോക്കിക്കോണം. പിന്നെന്താ, മോളുടെ ബൈരുവിനെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. സിനിയന്റെ ജീവിതത്തിൽ ഒരു നല്ല പെൺകുട്ടി വരും.
സീനിയറിനെ നന്നായി നോക്കുന്ന സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. അതുവരെ സീനിയറിന് കൂട്ടായിട്ട് ഞാനുണ്ടാവും കൂടെ. നമുക്ക് ബൈബിളിന്റെ അടുത്തോട്ട് പോവാം. വാ, നമുക്ക് പോകണ്ടേ? പോവാം. നമുക്കൊരു ചായ കുടിച്ചാലോ? ഇനിയും നിന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ബാക്കി കാണുമല്ലേ? 10 വയസ്സ് വരെ ഞാൻ തമിഴ്നാട്ടിലാ വളർന്ന്. അവിടെയുള്ള ഒരു ഫാമിലി എന്നെ എടുത്തു വളർത്തിയത്. അപ്പയും അമ്മയും ഒരു കല്യാണത്തിന് പോകുന്ന ഇടയായിരുന്നു. അവര് വണ്ടി കൊക്കയെ മറിഞ്ഞ് 2 പേരും മരിച്ചത്. പിന്നെ ഈ ഓർഫനേജാ എന്നെ എടുത്തു വളർത്തിയെല്ലാം. പിന്നെ അങ്ങോട്ട് കോളേജ് ആയപ്പോഴാ എന്റെ 2 ഫ്രണ്ട്സിന്റെ കൂടെ വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയത്. പിന്നെ രാവിലെ കോളേജിൽ പോകും, വൈകിട്ട് ഞങ്ങൾ 3 പാർട്ട് ടൈം ജോലിക്കും. ഒരിക്കപ്പോഴും സീനിയറിന് സ്വന്തം അമ്മയും അച്ഛനെ അന്വേഷിച്ചു പോകാൻ തോന്നിയിട്ടില്ലേ? അവരോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? ഇല്ല, അവരിപ്പോ സന്തോഷത്തോടെ എവിടെങ്കിലും ജീവിക്കുന്നുണ്ടായിരിക്കും. ഞാനായിട്ട് അതെന്തിനാ കളയുന്നത്? പലപ്പോഴും എനിക്ക് ദൈവങ്ങളോട് എന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ സംഭവിക്കുന്നെല്ലാം സംഭവിച്ചല്ലേ പറ്റൂ. അതൊക്കെ വിടും. സീനിയറിനിപ്പം ഈ പാറില്ലേ, പാറ സീനിയറിന്റെ കൂടെ ഉള്ള പോലെ സീനിയർ എന്നും ഈ പാറിന്റെ കൂടെ കാണണം. സീനിയർ ചോദിച്ചില്ലേ ആദ്യമായിട്ട് സീനിയറിന്റെ മുഖം കണ്ടിട്ട് എനിക്കെന്താ ഇത്ര ഷോക്കായെന്ന്? എന്താന്ന് വെച്ചാ സീനിയറിനെ കണ്ടപ്പോ എനിക്ക് അഭിയേട്ടനെ ഓർമ്മ വന്നു. അബിയോ? അതാരാ? ഓ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അഭിയേട്ടൻ ആരാന്ന്. അഭിയേട്ടൻ ഞങ്ങളെ മറിച്ചെടുക്കണം. അഭിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ അഭിയേട്ടൻ. ആളൊരു പാവമാണ്. പക്ഷെ ഞങ്ങൾ കാണിക്കുന്ന പൊട്ടത്തരത്തിന്റെ എല്ലാം ഞങ്ങളെ വഴക്ക് പറയും. പുറമേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരനാന്ന് തോന്നും, പക്ഷെ ആളൊരു പാവമാണ്. നല്ല പുളി ഫിഗർ, കൊള്ളാലായിട്ട്. എന്റെ രച്ചു നീ എന്ന് വേണമായിരുന്നു. ഞങ്ങൾ അത് പറഞ്ഞ പാരൻസിന്റെ മുഖമൊന്ന് കാണുമായിരുന്നു. നീ എങ്ങോട്ടാ? ചേട്ടന്മാരിക്കുന്ന കണ്ടില്ലേ? ഇന്ന് വന്നേ നോക്കട്ടെ. ഏയ്, നിന്നെ മാത്രം വിളിച്ചത്. നീ ഇങ്ങോട്ട് വാ. ബാക്കിയുള്ളവര് ക്ലാസ്സിൽ കയറി പോ. പോവാനാ പറഞ്ഞത്. ഞാൻ വരാം. എന്താണ് നിന്റെ പേര്? എന്തേ നിനക്ക് പേരില്ലേ? നിന്റെ നാളെ ഇറങ്ങിപ്പോയോ? പറയടേ നിന്റെ പേര്. എന്റെ പേര് ദേവിക. എടാ, ഇത് മറ്റേ ലവനില്ലേ, അഭി. അവന്റെ പിന്നാലെ നടക്കുന്ന വെണ്ണ. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എവിടെയോ കണ്ടു നല്ല പരിചയമാണ്. ഓ, അവന്റെ പിന്നാലെ നടക്കുന്ന. 2 എണ്ണം പറഞ്ഞ് നടക്കുവല്ലേ. അവന്റെയൊക്കെ ഒരു യോഗം. അവിടെ നിക്കടി. ഇത്ര പെട്ടെന്ന് പോയിട്ട് നിനക്കൊന്നും ചെയ്യാനാ? അവിടെ പിന്നാലെ പോകാനല്ലേ? അവൻ എന്തായാലും കുറെ കണ്ടില്ല മോളെ. ഇനി ഞങ്ങളൊന്ന് കാണട്ടെ. നീ വാ. നിനക്ക് എന്നെ അടിക്കാനുള്ള ധൈര്യവും? പെണ്ണെ, നിന്നെ ഈ കോളേജിന്റെ ഫ്രണ്ട് ഇട്ട് റേപ്പ് ചെയ്ത പോലും ഒറ്റ മനുഷ്യൻ ചോദിക്കാൻ വരത്തില്ല. ഓർത്തോ നീ അത്? നീ പോണ വേണ്ടായെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെ അടിക്കാൻ നിനക്ക് ഇത്രയും ധൈര്യമോ? നീ എല്ലാ ദിവസവും ഇവിടെ 2 മാരെയും വെച്ച് ആസ്വദിക്കുന്നില്ലേ? നീ ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്റെയൊക്കെ നിഴല് പോലും അവളുടെ മേലെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, മോന്റെ ഈ ഹീറോയിസം അതിവിടെ നടക്കില്ല. നിന്റെയൊക്കെ കൂട്ട് എല്ലാ പെണ്ണുങ്ങളുടെ ശരീരത്തിന് മാനത്തിന് വേണ്ടിയിട്ട് തന്തയ്ക്ക് പറക്കാത്തവനല്ല ഞാൻ. ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. ഏതൊരാണോ ആദ്യം പഠിക്കേണ്ടതേ ഒരു പെണ്ണിനെ ബഹുമാനിക്കാനാ, അല്ലാണ്ട് നിന്റെയൊക്കെ കൂട്ട് തോന്നുമ്പോ ഉപയോഗിച്ചിട്ട് കളയാനേ ഒരു വിൽപ്പന വസ്തു അല്ല സ്ത്രീകൾ. പിന്നെ നിന്റെയൊക്കെ അപ്പന് കാശുണ്ടെന്നും പറഞ്ഞ് അതിന്റെ കുത്തനാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നേക്ക്. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത പലതും ഉണ്ട് ജീവിതത്തില്.
അത് നീയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാ. അതിന് നിനക്ക് ഇത്ര കൊള്ളാൻ വേണ്ടി അവള് നിന്റെ ഭാര്യയൊന്നുമില്ലല്ലോ. നിന്റെയൊക്കെ കൂട്ടല്ല, എനിക്ക് അമ്മയും പെങ്ങളും എല്ലാം ഉള്ളത്. അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഈ നിൽക്കുന്ന ദേവിക, ഇവൾ എന്റെ പെണ്ണ. നിന്റെയൊക്കെ നിഴല് പോലും ഇനി അവളുടെ മേൽ വീണു പോരുത്. വീണാൽ മോനെ അപ്പം ശരി, പോട്ടെ എന്നാ മൈ ഡിയർ മോനെ. നമ്മളോട് ഇത്രയും പറഞ്ഞിട്ട് അവനവന്റെ സ്വന്തം കാര്യം ഇവിടെ നിന്ന് പോകുന്നു കാണണല്ലോ. അതേട്ടനൊന്ന് നിൽക്ക്. ഏട്ടന് പറയുന്നതിന്റെയും ഏട്ടന്റെ പ്രവൃത്തികളുടെയൊക്കെ അർത്ഥം എന്താ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണോ അങ്ങനെയൊക്കെ അവരുടെ മുമ്പ് പറഞ്ഞത്? അത് പിന്നല്ലാണ്ട് ഞാൻ നിന്നെ അവരുടെ അടുത്തൊന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ നീ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ദൈവം, നീ ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? കൈവിട ദൈവം എന്റെ. എന്നാ ഈ ദൈവങ്ങളെ സാക്ഷി നിർത്തി പറ, നിങ്ങൾ പറഞ്ഞത് എല്ലാം ചുമ്മാതാണെന്ന്. ദൈവം, അത് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ ഇതെല്ലാം എന്താ ഇങ്ങനെയെന്ന്. ഇതുവരെ മറ്റൊരു പെണ്ണിനോടും എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പലവട്ടം ഞാൻ ആലോചിച്ചു എന്താ ഇതെല്ലാം ഇങ്ങനെയൊക്കെയെന്ന്. ഒന്നിനും എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. നീ എന്നാ ലഹരി എന്നിൽ ഓരോ ദിവസം കൂടുമ്പോഴും ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കണ്ണൊന്ന് നിറയുമ്പോ അറിയാൻ്റെ ഉള്ള പിടയുക. നീ ഇല്ലാണ്ട് ഒരു ദിവസം പോലും എനിക്ക് പറ്റുന്നില്ല. നീയില്ലാണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. നിന്നിൽ നിന്ന് അകലുമ്പോ എന്റെ ഉള്ളിൽ നീങ്ങി പോകുക. ഈ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുക, ഈ അഭിയൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ദേവിക മാത്രമായിരിക്കും. ജീവന്റെ പാതയായി തന്റെ പ്രാണസഖ്യെ കണ്ട് അവളല്ലെങ്കിൽ താനുമില്ല എന്ന് വിശ്വസിക്കുന്ന സാക്ഷാൽ പരമശിവനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്റെ മരണത്തിലൂടെ അല്ലാണ്ട് എന്നെ നിന്നിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. ഇത് ഈ അഭി നിനക്ക് തരുന്ന വാക്ക്. ജീവിതാവസാനം വരെ ഞാനുണ്ടാവും നിന്റെ കൂടെ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ദൈവം. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. എനിക്ക് നിങ്ങളെ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. കാര്യം ചെയ്യട്ടെ, ഏട്ടന് പാറുവിനോട് പോലും തോന്നാത്ത ആ ഇഷ്ടം അതെന്തുകൊണ്ടായി എന്നോട് തോന്നിയത്? ആദ്യമൊക്കെ ഇതുവരെ ഒരു ഇൻഫാക്ച്വേഷൻ ആണെന്ന് ഞാനും കരുതി. പിന്നീട് ഞാൻ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി അന്നോട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയായി. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, നീ എന്നോടൊന്ന് സ്നേഹത്തോടെ നോക്കാൻ നീ കൊതിച്ചിട്ടുണ്ട്. നീ പോലും അറിയാണ്ട് നിന്റെ ഓരോ പ്രവൃത്തികളും എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. എഴുതിയ ഓരോ വരികളേക്കാൾ പ്രണയം തുളുമ്പുന്ന 100 വരികളുണ്ട് മനസ്സിൽ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റൊമാൻറ്റിക്, ഞാൻ പറഞ്ഞ പൊയറ്റിക്. പിന്നെ നിങ്ങളൊരു അൺറൊമാൻറ്റിക് മൂരാച്ചല്ലേ? പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അൺറൊമാൻറ്റിക് ആണല്ലേ? ഞാനൊന്ന് അറിഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാ മോൾക്ക് പിന്നെ കുറച്ചാൾ കഴിയുമ്പോ പച്ചമാങ്ങ തന്നിട്ട് വരും. അതുകൂടെ ഓർക്കുന്നത് നല്ലതാ. ഞാൻ പോട്ടെ. ഈടി വിളിച്ചു വരുത്തിട്ട് ചോറില്ലെന്നോ? വീട്ടില്ല ഞാൻ. Baby, can I kiss you?
ഇതാരിത് ഈ കോളിംഗ് ബെല്ലടിക്കുന്നത്? അച്ഛനും അമ്മയാവാൻ സാധ്യതയില്ലല്ലോ. അവര് രാത്രി എത്തുമെന്ന് അവര് പറഞ്ഞു. പിന്നെ ഇതാരിത്? ഇവിടെ കിടന്നുറങ്ങിപ്പോയത് അറിഞ്ഞില്ല. നോക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ആ ഡൂറെന്നില്ല പൊളിച്ചു തരും. അയ്യോ, നീ ഇത്ര നേരത്തെ? എന്തേ ഞാൻ നേരത്തെ വന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, നാളെ എത്തുന്നല്ലേ പറഞ്ഞത്. പെട്ടെന്ന് കണ്ടപ്പോ ഒരു സർപ്രൈസ്. ഓ, എന്നെ വെളിയിൽ തന്നെ നിർത്താനാണോ പ്ലാൻ? മാറി, ഞാൻ അതോട്ട് കയറിട്ട്. ആ, കേറ് അതോട്ട് കേറ്. ഓ, അവിടെ നിന്നാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് അഭിയേട്ടന് തരാനായിട്ട്. ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ടുവെക്കട്ടെ. എന്തേ അവിടെ എന്തേ ദേവു? അവിടെ മുറി റെസ്റ്റ് എടുക്കുക. കോളേജിൽ നിന്ന് വന്നതിന്റെ നല്ല ക്ഷീണമുണ്ട്. ആ, എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ. എന്നിട്ട് നമുക്ക് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്യണം കേട്ടോ? പിന്നെ വേണ്ടി പാർപ്പിട്ടും പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാനെ പറ്റി ചായ എടുത്തു വെക്കാം. എല്ലാ മനുഷ്യരിലും ഒരു ഹൃദയമുണ്ട്. എല്ലാ ഹൃദയത്തിനും ഒരാളുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. വെൽക്കം ബാക്ക് ടു AC കോളേജ് റേഡിയോ ലൈവ് ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് എല്ലാ പ്രണയിക്കുന്നവരും കാത്തിരുന്ന ദിവസം. യെസ്, ഇറ്റ്സ് February 14th. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രോഡ്കാസ്റ്റും അതിനോട് അനുബന്ധിച്ചായിരിക്കും. എന്തായാലും do you guys know what's the story behind Valentine's Day? ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കിട്ടിയ റിസർച്ചിൽ നിന്ന് ഞാൻ എടുത്ത ഒരു സ്റ്റോറി ഉണ്ട്. സോ ലെറ്റ് മീ ഷെയർ വിത്ത് യു ഗൈസ്. 3rd സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ എംപറർ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് പ്രണയത്തിനോടോ വിവാഹത്തിനോടോ ഒരു താല്പര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് താൻ വാഴുന്ന അത്രയും കാലം ആരും തന്റെ രാജ്യത്ത് വിവാഹം കഴിക്കരുതെന്നുള്ള ഉത്തരവ് അയാൾ പുറപ്പെടുവിച്ചു. പക്ഷെ ഇത് ഇഷ്ടപ്പെടാതിരുന്ന സെയിന്റ് വാലന്റൈൻ എന്ന് പറഞ്ഞൊരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ ഇതിനെതിരായിരുന്നു. അങ്ങനെ അയാളുടെ സ്വന്തം റിസ്കിൽ അയാൾ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിച്ചു. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും സെയിന്റ് വാലന്റൈനെ അവിടുത്തെ ജയിലിലാക്കുകയും ടോർച്ചർ ചെയ്യുകയും അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അയാൾ ജയിലിൽ കിടക്കുന്ന സമയം ഒരു മിസ്റ്റീരിയസ് ആയ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും അവൾക്കായി അയാൾ ലവ് ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. അങ്ങനെ സെയിന്റ് വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് അവരുടെ പ്രണയം അറിഞ്ഞ രാജാവ് സെയിന്റ് വാലന്റൈനെ ഓർക്കാനായി എല്ലാ വർഷവും February 14 സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇറക്കി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ February 14th വാലന്റൈൻസ് ഡേ ആയിട്ട് അവരുടെ പ്രണയത്തെ സിംബലൈസ് ചെയ്ത് നമ്മൾ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരുപാട് സ്റ്റോറീസ്, എന്താ പറയുക, പ്രണയിക്കുന്നവരുടെ സ്റ്റോറീസ്. ഇത് ലവേഴ്സിന് മാത്രം ദിവസം എന്ന് പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരോടും നമ്മുടെ ഇഷ്ടം നമുക്ക് തുറന്നു പറയാം. നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പറയാനാ. ലെറ്റ് യുവർ ഹാർട്ട് സ്പീക്ക്, നോട്ട് യുവർ മൈൻഡ്. നമ്മുടെ ഹൃദയത്തിലുള്ളത് തുറന്ന് അവരോട് പറയുക. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും അവരുടെ ലൈഫിൽ ആരെങ്കിലും ഒരാളോട് പ്രണയം തോന്നിക്കാണല്ലോ. ലൈക്ക് ദ ഗോഡ് സീസ്, എല്ലാ പനിനീർ പുഷ്പങ്ങൾക്കും കാണുമല്ലോ അവർ മറയാതെ മറച്ചു വെച്ചൊരു പ്രണയം. സോ നിങ്ങൾ പറയാതെ ഒളിച്ചിരിക്കുന്ന പ്രണയം നിങ്ങൾ ഇന്ന് തന്നെ കൺഫ്യൂസ് ചെയ്യാന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിർത്തുന്നു ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിംഗ്. സോ ദിസ് ഈസ് RJ Alina signing off and once more happy Valentine's Day. എത്രയോ ജന്മമായി നിൻ മുഖമിതു തേടി ഞാൻ, എന്റെയായി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി. എന്നുമെൻ കൂടെയായി എൻ നിഴലതുപോലെ നീ നീങ്ങവേ നേടി ഞാൻ എൻ ജീവിത സായുജ്യം. സഖി നിൻമൊഴിയൊരു വരി പാടി പ്രണയിത ഗാനം. ഇനി എന്തിനു വേറൊരു മഴയുടെ സംഗീതം. അഴകേ വാ അരികേ വാ,
മലരേവാ തിരികെ വാ. എന്റെ ഇഷ്ടം ഞങ്ങളോട് തുറന്നറിയാൻ പോവുക. ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങോട്ട് ഇത്ര നേരത്തെ ഇറങ്ങിപ്പോണേ? ഓ, ഇവിടെ ഒരു സുഖമില്ല. സോ ഞാൻ സീനിയറിന്റെ അടുത്തോട്ട് പോവാ. ഓ, ആ സീനിയറിനെ കാണാൻ പോവാ അല്ലേ? എടി, നിനക്കിപ്പോ അഭിയേട്ടനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ ആ സീനിയറിനെ കിട്ടിയാ പോലെ. നീലേ പറഞ്ഞത് അവർ രണ്ടുപേരും കാണാൻ ഒരേപോലെയാണെന്ന്. എടി, എന്തൊക്കെ പറഞ്ഞാലും അവർ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞാലും അഭിയേട്ടനാണ്, സീനിയറാണ്. ഒരേപോലെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. എടി, എനിക്ക് അഭിയേട്ടനോട് തോന്നിയ ഇഷ്ടം എനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല. സോ ആരെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അഭിയേട്ടനെ മതി. കുട്ടിക്കാലം തൊട്ട് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളല്ലേ, പിന്നെ എങ്ങനെ വിട്ട് കളയാനാ? ഓ, അല്ലേലും അഭിയേട്ടൻ ഇച്ചിരി സ്പെഷ്യാലിറ്റി കൂടുതലാണല്ലോ. എല്ലാരും എന്റെ ഇഷ്ടം. എന്നാ ശരി, ഞാൻ പോട്ടെ. ഞാനും കെട്ടുവാണെങ്കിൽ ഞാൻ അഭിയേട്ടനെ കെട്ടത്തുള്ളൂ. എനിക്ക് അഭിയേട്ടനെ മതി. ഹേ സീനിയർ, എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ എവിടെ നിന്ന് അന്വേഷിച്ചെന്നറിയോ? എന്താ ഒരു മൂടോട്ട്? ഇത്രയും നേരം എന്നെ കാണാത്തോണ്ടായിരിക്കല്ലേ? സാരമില്ല, പോട്ടെ. ഞാൻ വന്നില്ലേ, ഇനി ഒന്ന് ചിരിച്ചേ. നിനക്കിപ്പോ എന്താ വേണ്ട? ഒന്ന് ശല്യം ചെയ്യാതിരിക്കോ? അല്ലാണ്ട് മനുഷ്യന് സമാധാനമില്ല. എന്താ സീനിയർ, എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, എന്തുണ്ടെങ്കിലും നമുക്ക് ഒന്നിച്ച് ശരിയാക്കാം. ഓ, എന്തായാലും നീ മാറ്റി തരുവോ? എനിക്ക് നഷ്ടപ്പെട്ടല്ലേ നീ തിരിച്ചു തരുവോ? നിന്നെ കൊണ്ടത് പറ്റില്ല. ഞാൻ അല്ലെങ്കിലും ആരും ഇല്ലാത്തവനല്ലേ. നിങ്ങളുടെയൊക്കെ കൂട്ടി എനിക്ക് പറയാൻ വേണ്ടി ആരാ ഉള്ളത്? സീനിയർ, അങ്ങനെ പറയാതെ. ഞാനുണ്ട് സീനിയർ എന്നും കൂട്ടിന്. എന്തായാലും അവസാനം നമ്മുടെ കൂട്ടിൽ നമ്മൾ മാത്രമല്ലേ കാണൂ. എല്ലാം എന്നെ തെറ്റാ. ഞാൻ ജനിച്ചത് തന്നെ തെറ്റാ. ആർക്കും എന്തായാലും ഒരു ശല്യമായിട്ട് ഞാൻ വരത്തില്ല. ഒന്നും വിചാരിക്കാതെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണം എന്റെ സീനിയറിനെ. നീ എന്നോട് ക്ലോസ് ആയത് തന്നെ എന്റെ ഫേസ് അബിയുടെ കൂട്ടായതുകൊണ്ടല്ലേ. നീ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് അറിയാൻ പറ്റിയത് എനിക്കിതിന് എത്ര ഇഷ്ടമാണെന്ന്. ബട്ട് നിനക്ക് എപ്പോഴും അബിയല്ലേ വലുത്. ഞാൻ വെറും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ. എനിക്കിനി ഇതിങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. സോ ഞാനായിട്ട് ഇനി ഇതിന് മുമ്പ് വരത്തില്ല. സീനിയർ, അങ്ങനൊന്നും ഇല്ല. സത്യമായിട്ടും ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നത് കേക്ക്. സീനിയർ പോലെ ഇന്നെന്ത് ഞങ്ങൾ ചെടി അവിടെ നിൽക്കടി. മാറി നിൽക്കാം ചേട്ടാ. എന്തുവാ? നീ വന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു. നീ ഫുഡ് ഇവക്ക് എന്താ പറ്റിയേ? എന്നോട് ക്ലോസ് ആയത് തന്നെ എന്റെ ഫേസ് അബിയുടെ കൂട്ടായത് കൊണ്ടല്ലേ. എനിക്ക് എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് അറിയാൻ പറ്റിയത് എനിക്ക് ഇതിന്റെ എത്ര ഇഷ്ടമാണെന്ന്. എനിക്ക് എപ്പോഴും അബിയാണ് വലുത്. ഹലോ, നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നത് അറിയാമോ? അത് ഞാൻ ഉറങ്ങുമായിരുന്നു. എടാ, പിന്നെ എനിക്കിന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവാം. നാളെ രാവിലെ ഞാനിങ്ങ് എത്തിയേക്കാം. പിന്നെ വീട്ടിൽ ഫുഡൊന്നും എടുക്കൂല. അതുകൊണ്ട് നീ പുറത്തു പോയാലും കഴിക്കണേ. ശരി എന്നാ. ഹലോ, ആരാ? ഹലോ സർ, ഇത് എക്സ്പ്രസ് ഡെലിവറിയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. ഞാനിതിന് ഓർഡേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ.
ബട്ട് സാർ ഇത് നിങ്ങളുടെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാർ. ഇന്ന് തന്നെ ഈ പാക്കേജ് കളക്ട് ചെയ്യണം. നാളെ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്ന് വാങ്ങിയാ പോരെ? ബട്ട് റിയലി സോറി സാർ, പക്ഷേ 4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ലീവാണ്. ഓ ഓക്കെ. എവിടെ വന്ന ഈ പാർസൽ കളക്ട് ചെയ്യണ്ട? സാർ നിങ്ങളുടെ കോളേജിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഡെലിവറി ബോയ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ പാർസൽ റിസീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു സാർ. ചെയ്ത് വിളിക്കാതെ ഞാൻ വരുമല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കരിമംഗലത്തെ ലാലേട്ടനോട് പോയിരുന്ന് കഴിക്കാൻ പറ. എന്നെ നോക്കിയിരിക്കണ, ഞാൻ ഇപ്പം വരും. കോളേജിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, അതാ ലേറ്റായത്. ഞാനിപ്പം അങ്ങ് വരുമെന്നേ. ഞാൻ വണ്ടി എടുത്ത് ഇപ്പം അങ്ങോട്ട് വരുവാ. ഇതെന്തായിട്ടും ബ്ലഡ്. ഹലോ മിസ്റ്റർ, എന്താ പറ്റി? എഴുന്നേക്ക്. നിങ്ങളാണോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? സിസ്റ്റർ. ഇത് പേഷ്യന്റെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങളാണ് സിസ്റ്റർ. പിന്നെ ആൾക്ക് ബോധം വീണായിരുന്നു? ഇല്ല, ആൾക്കിതൊരു ബോധം വീണിട്ടില്ല. ആളുടെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാണ്. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഇച്ചിരി കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ആളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേനെ. അത്യാവശ്യമായിട്ട് ഒരു 1 യൂണിറ്റ് ബി നെഗറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യണം, പെട്ടെന്ന് തന്നെ വേണം. പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പം ബ്ലഡ് ഒരുപാട് പോയോണ്ട് നമുക്ക് ബ്ലഡ് കൊടുത്തേ പറ്റത്തുള്ളൂ. സിസ്റ്റർ, ഞാൻ ബി നെഗറ്റീവാ, ഞാൻ ബ്ലഡ് കൊടുക്കാം. ഓക്കെ. നേരത്തെ എന്തോ സംഭവം? കുറെ നേരം കൊണ്ട് ഇവിടെ വിളിച്ചിരുത്തിയിട്ട് നീ ഒരുമാതിരി മൗനരാഗം കളിക്കുന്നു. എന്തുവാ? എന്തിനാ വിളിച്ചിരുത്തിയേ? എന്താ സംഭവം? അതൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, ഒരാളും കൂടെ വരാനുണ്ട്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ കുറച്ചു നേരം. ഞാനുണ്ട്, ഇവനുണ്ട്, നീയുണ്ട്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഇനി ആരാ? ഓ, റീത്ത വരുന്നുണ്ടോ? റീത്ത ഒന്നുമല്ല, നീ അറിയാത്ത വേറൊരാള്. എടാ ജോണെ, നീ അവരെ വിളിച്ച് ചോദിച്ചായിരുന്നു, വരുന്നുണ്ടല്ലോ അയാള്. ആണോ? വിളിച്ചപ്പം വരുന്നെന്നാ പറഞ്ഞത്. ട്രാഫിക് ബ്ലോക്ക് പെട്ടിച്ച് ലേറ്റ് ആവുമെന്നേ പറഞ്ഞോളൂ. പൊണ്ണെ വരും. എന്താ ഇവിടെ? ഹലോ, ഞാൻ രംഗ. ഇതിനകത്ത് അഭിയാര? ഞാനാ. ഓ, നൈസ് ടു മീറ്റ് യു. നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അയാളെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ബട്ട് ബിഫോർ ഐ സേ ദാറ്റ് ഐ തിങ്ക് ഐ ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 5,000. എടാ, നീ ആരെ പറ്റി അന്വേഷിക്കാനാ പറഞ്ഞത്? അവൻ പറയുന്ന വിലയൊക്കെ കേട്ടോ. 5,000 ഉള്ളി. നീ 50 രൂപ ഇങ്ങോട്ടുള്ളു. ഞാൻ പോയി അന്വേഷിച്ചോണ്ട് വരാം. ആരെ പറ്റി ചോദിച്ചാല് വല്ല പെൺപിള്ളേരെ ആണെങ്കിൽ ഞാൻ അതിൽ കുറച്ച് ഞാൻ നോക്കിത്തരാം. ആ പെൺപിള്ളേരുടെ ഫുൾ ഡീറ്റെയിൽസ്. ഈ യൂസ്ലെസ് ആരാ? നിങ്ങൾക്ക് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് വേണോ വേണ്ടായോ? വേണമെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് 5,000 ക്യാഷ് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോവാ. ഇപ്പം ഞാൻ തന്നോളാം, താനിരിക്കേ. ധാരണ കുറച്ചു നേരം നീ ഒന്ന് വായിട. ഓക്കെ. അപ്പോ നിങ്ങൾ അന്വേഷിച്ച ആള് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ്. മെയിൻലി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഈവൻ ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് പേടിക്കുന്ന ഒരേ ഒരു ഗ്യാങ് ഉണ്ട്. അതിൽ മെയിൻ മെമ്പേഴ്സ് ഇത് തേജസ്, സഞ്ജയ്, നിങ്ങൾ അന്വേഷിച്ച ഭൈരവ് കൃഷ്ണ. എടാ അഭി, ഇത് നിന്നെ പോലുണ്ടല്ലോ. എന്താടാ ഇതിങ്ങനെ? നിന്റെ അച്ഛൻ വേറെ വഴി എവിടെയെങ്കിലും പോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ പൊന്നവരോടെ നിന്റെ തിരുവോയം അടച്ചു വെച്ചാലും വല്ല കുത്തി ഞാൻ കേട്ടു എന്നോട്ട് വാടച്ചെറിയടേർക്കാം. ഇത് തീരുന്നിടം വരെ നിന്റെ വായ അനങ്ങിയ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നീ കേട്ടോ. ഞാൻ കോളേജിൽ അയാളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ബട്ട് കോളേജ് റെക്കോർഡ്സിലൊന്നും അയാളുടെ പേരൻസിന്റെ നെയിം പോലും ഇല്ല. പിന്നെ ആകെ കൊടുത്തിരിക്കുന്നത് കോണ്ടാക്റ്റിനായിട്ട് ഒരു ഓർഫനേജിന്റെ നമ്പറാണ്. പിന്നെ ഞാൻ ഓർഫനേജിൽ ചെന്നൊന്ന് അന്വേഷിച്ചായിരുന്നു. അന്നേരം അവർ അധികം ഡീറ്റെയിൽസ് പുറത്തു വിടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഭൈരവ് ഒരു
ഒരു 10 വയസ്സ് മുതലാണ് ഈ ഓർഫനേജ് കുട്ടിയെ ഏറ്റെടുത്ത് നോക്കി വളർത്താൻ തുടങ്ങിയത്. പിന്നെ അവര് പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് കുഞ്ഞിലെ തമിഴ്നാട്ടിലാണെന്ന് വളരുന്നത്. അപ്പോ തമിഴ്നാട്ടെ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഒരു വൺ മിസ്റ്റർ സുബ്രഹ്മണ്യൻ ആൻഡ് വിജയലക്ഷ്മി അവരാണ് ഈ കുട്ടിയെ നോക്കി വളർത്തിയത്. ഒരു ഉത്സവത്തിനും കണ്ട് ഈ കുട്ടി കളഞ്ഞു കിട്ടിയതാണെന്നാണ് പറയപ്പെടുന്നത്. കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല. അതിനുശേഷം അവന് ഒരു 10 വയസ്സുള്ളപ്പോ ഇവര് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അത് കഴിഞ്ഞ് ഈ ഓർഫനേജ് അവരെ നോക്കി വളർത്തി. പിന്നീട് അറിയാൻ കഴിഞ്ഞ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ പേരൻസിന്റെ കയ്യില് ലീഗലായിട്ട് ഒരു ഡോക്യുമെന്റ്സും ഇല്ല. അതായത് ഈ കുട്ടിയെ ലീഗലായിട്ട് അവരെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഭൈരവനെ അന്വേഷിച്ച് ഇതുവരെ അവന്റെ റിയൽ പേരൻസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാം അന്നേ അവനെ ഉപേക്ഷിച്ചതാവാം. കുട്ടിക്കാലത്ത് തന്നെ കൊച്ചുങ്ങളെ വേണ്ടാഞ്ഞിട്ട് ഇങ്ങനെ ഉത്സവങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിക്കുന്നത് സർവ്വസാധാരണമല്ലേ. അതേപോലെ ഈ ഭൈരവനെ വേണ്ടാന്ന് വെച്ചിട്ട് അവന്റെ റിയൽ പേരൻസ് അവനെ ഉപേക്ഷിച്ചതായാലോ. അവനെ വേണ്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ച അവനാണ് സാധ്യത. കാരണം ഇത്രയും വർഷമായിട്ട് ഇതുവരെ അവനെ ഒന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്ത അവന്റെ റിയൽ പേരൻസ്. അപ്പോ അവർക്ക് വേണ്ടാഞ്ഞിട്ട് കളഞ്ഞതാവാനാണ് സാധ്യത. ഓക്കെ, അപ്പോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എന്റെ കയ്യിലുണ്ടായിരുന്നത്. ശരി, എനിക്ക് പോകാനുള്ള ടൈമായി. വളരെ നന്ദിയുണ്ട് തങ്ക. ഞാൻ ക്യാഷ് എത്തിച്ചേക്കാം. ശരി എന്നാ. അവന്റെ അറപ്പ് അവന്റെ മട്ടുണ്ടാവുന്നുണ്ടോ എന്താണ് ഏർക്കുക? ഇത് ആരാ? ഇത് നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ആരാ? എടാ, ഈ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ആണെന്ന് ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് ഞാൻ നിന്നോടൊക്കെ പറഞ്ഞില്ലേ? ഇയാളെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും എനിക്കെന്തോ ഇയാളെ അറിയാവുന്ന പോലെ എന്തോ ഒരു അറ്റാച്ച്മെന്റ് അയാളോട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ നേഴ്സ് അയാൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അന്നേരം അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നെക്ലേസും അയാളുടെ ബ്ലഡ് വരേണ്ട ഡ്രസ്സും പിന്നെ അയാളുടെ ID കാർഡുമാണ്. ID കാർഡാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. ആ ഫേസ്, ഞങ്ങളുടെ ഫേസ് തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഞാൻ പിന്നെ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നെയിംസ് തമ്മിലുള്ള സിമിലാരിറ്റീസ്, പിന്നെ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിരുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവന് ബ്ലഡ് കൊടുത്തത് ഞാൻ. അന്നേരം അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പും B നെഗറ്റീവ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും B നെഗറ്റീവ്. ഇത്രയും സിമിലാരിറ്റീസ് ഇങ്ങനെ ഒത്തുവരുന്നു. ഒരു സ്ട്രേഞ്ചർ ആണ് അയാളെങ്കിൽ. എടാ, ഇത് മീൻസ് കോയിൻസിഡൻസ് ആയിക്കൂടെ? ഒരേ പോലിരിക്കുന്ന ആൾക്കാര് ഒരേ നെയിം, അതൊക്കെ സർവ്വസാധാരണമല്ലേ? ആടാ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് വേറെ അത്ഭുതമായിട്ട് തോന്നിയത് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന അതേ നെക്ലേസ് ആണ് അവൻ്റെയും കയ്യിലുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ നെക്ലേസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് മറ്റേ നെക്ലേസ് വേണം. ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ജസ്റ്റ് ആ 2 നെക്ലേസ് ഒന്നിച്ചു വെച്ചു. അന്നേരം എൻ്റെതും അവൻ്റെതും ഒരേ ടൈമിൽ ഓപ്പൺ ആയി. അതിലെഴുതിയിരുന്നത് ഭൈരവ്, അഭി. 2 നെക്ലേസിന് ഒരേ കാർവിങ്സ്. ഈ നെക്ലേസ് ഒക്കെ ചുമ്മാ ഓപ്പൺ ആക്കാൻ പറ്റുന്നതായിരിക്കും. അത് ചുമ്മാ അത് എടുത്തു വെച്ചപ്പോ അത് സ്വന്തമായിട്ട് ഓപ്പൺ ആയതായിരിക്കും. എന്നാ നീ ഇത് തുറന്നു കാണിക്കും, എന്നിട്ട് ഞാൻ സമ്മതിക്കാം. ഓ, ഞാൻ ഇനി തുറന്നു തരാം. തന്നെ തുറക്കുന്നില്ലല്ലോ. ഇത് തുറക്കുന്നില്ല. ഇതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. ഈ നെക്ലേസ് ഓപ്പൺ ആവണമെങ്കിൽ അവന്റെ നെക്ലേസ് ഇതിന്റെ അടുത്ത് വരണം. എന്റെ കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ എന്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി നിൽപ്പുണ്ട്. എനിക്ക് വേറെ കസിൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ കൊച്ചു ആൺകുട്ടികളൊന്നും എൻ്റെ വീട്ടിന്റെ പരിസരത്തോ അങ്ങനെ എവിടെയും എനിക്കറിയത്തില്ല. അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഈ ഫോട്ടോയ്ക്കകത്ത് ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവനും ഒരേ നെക്ലേസ് ആണ് ഇട്ടിരുന്നത്. ആ കുട്ടിയുടെ ഫേസ് ക്ലിയർ അല്ല, അതൊരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി എപ്പോൾ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാലും അമ്മ കരയാൻ തുടങ്ങും. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഇനി മേലെ ആ ഫോട്ടോയെ പറ്റി നിന്റെ അമ്മയോട് ചോദിക്കരുതെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ആൽബം ഫുള്ളെടുത്ത് അച്ഛൻ മാറ്റി വെച്ചു. എന്നോട് ആ ഫോട്ടോയെ പറ്റി ഇനി ചോദിക്കരുതെന്ന് പറഞ്ഞു.
ഞാൻ ഈ ഇടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു പേപ്പർ കിട്ടി. അതിനകത്ത് എഴുതിയിരുന്ന ഞാൻ കാരണം എൻ്റെ കുഞ്ഞു പോയത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ കളഞ്ഞു, ഞാൻ എല്ലാത്തിനും കാരണം, എൻ്റെ മോൻ എന്നോട് ക്ഷമിക്കുവോ, അങ്ങനെ ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നു എൻ്റെ അമ്മ. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്തുകൊണ്ട് എൻ്റെ അമ്മ അങ്ങനെയൊക്കെ എഴുതിയെന്നും എനിക്കറിയത്തില്ല. എനിക്കിതിനെ പറ്റിയുള്ള സത്യം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അഥവാ ആ ആള് എൻ്റെ ട്വിൻ ബ്രദർ ആണെങ്കിൽ എന്തിനായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും അവനെ ഇങ്ങനെ ഉപേക്ഷിച്ചത്? എന്തിനാ അവൻ ഇത്രയും ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അനുഭവിക്കാൻ വിട്ടത്? എല്ലാം എനിക്കറിയണം. എടാ, എന്നാലും നമുക്കങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ നീ അവന്റെ ട്വിൻ ബ്രദർ ആണോ. അങ്ങനെ അതാ പറയാൻ പറ്റത്തില്ല. എന്നാലും ഹലോ അമ്മേ, നീ ഹോസ്പിറ്റലിൽ തന്നിരുന്ന 2 ബ്ലഡ് സാമ്പിൾസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ അത് നിന്റെ വാട്സപ്പിനകത്തോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ എടുത്തു നോക്കാം. ഇവനതെന്താ പറ്റി പെട്ടെന്ന്? മോനെ അബി, നീ വന്നോ? ഇതിന്റെ അർത്ഥം എന്താ? എന്താ മോനെ? ഈ ഫോട്ടോയിൽ എന്റെ കൂടെയുള്ള ആ കുട്ടി ആരാണ്? മോനെ അത് പറയാമ്മ, എനിക്കിപ്പോ അറിയണം. ആരേത്? അത് നിന്റെ ഇരട്ട സഹോദരനാ. ഓ, ഇത്രയും നാൾ ഇങ്ങനെ ഒരാളുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ഇപ്പം പറഞ്ഞു? ഞാനെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടാണോ നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞത് ഇതെല്ലാം? നിങ്ങൾക്ക് ഇവനിപ്പോ എവിടാന്നറിയാവോ? ഓ, നിങ്ങൾക്കൊന്നും അറിയാൻ ആഗ്രഹം കാണില്ലായിരിക്കും അല്ലേ? ഇനി ഒരക്ഷരം വേണ്ടി പോരുത് നിങ്ങൾ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ കരുതി കാണുമല്ലേ അവൻ പണ്ടേ മരിച്ചുപോയെന്ന്? നിങ്ങൾക്കറിയാൻ വേണ്ടി പറയുക, അവൻ മരിച്ചു പോയിട്ടില്ല. നിങ്ങളൊക്കെ കാരണം അവൻ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് നിങ്ങളുടെ മോനെ ഞാൻ ജനിച്ചതിൽ. അവൻ എന്ത് തെറ്റി ചെയ്തിട്ടാ നിങ്ങൾ അവനോട് അങ്ങനെ കാണിച്ച്? എന്നോടൊന്ന് പറയാൻ എവിടാന്ന് എന്റെ മോനെ ഒരു നോക്കി കണ്ടാ മാത്രം മതി. അവന്റെ കാലേ വീണ് അവനോട് ക്ഷമ ചോദിക്കണം. എനിക്ക് എന്റെ മോനെ എവിടെ, എന്റെ കുഞ്ഞിക്ക് അവനൊന്ന് കാണണം. പറയാൻ എവിടാന്ന് അത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇത്രയും നേരം വേണ്ടാത്തൊരു മകനെ പറ്റി ഇപ്പോഴാണ് നിങ്ങൾക്ക് അന്വേഷിക്കാൻ തോന്നിയത്. ഇല്ല, നിങ്ങൾ രണ്ടും കാരണം. അവൻ ഇത്രയും അനുഭവിച്ചതിന് കാരണം നിങ്ങളാ. അവന്റെ കുട്ടിക്കാലമാണ് നിങ്ങൾ നശിപ്പിച്ചത്. ഇതിനായിരുന്നു ഇതല്ല. വേണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ രണ്ടിനും ഒരുമിച്ച് ഉപേക്ഷിച്ചൂടായിരുന്നു. എന്തിനാ അവനെ മാത്രം അനുഭവിക്കാൻ വിട്ടത്? ഇനിയും കൂടെ കളഞ്ഞൂടായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ മോനെന്ന് പറയാൻ എനിക്കിപ്പോ വെറുപ്പ് തോന്നുക. നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അമ്മ എന്നൊരു സ്ഥാനം ഉണ്ടായിപ്പോയി. എനിക്ക് നിങ്ങളോട് തീരാത്ത വെറുപ്പാണത്. ഇപ്പൊ എന്റെ കൺമുമ്പിൽ നിങ്ങൾ പൊക്കണം. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുമില്ല. പോയിന്റെ മുമ്പിൽ നിന്ന്. അമ്മയോട് ക്ഷമിക്കണം. നീ നിന്റെ അമ്മയോട് എന്താ പറഞ്ഞു? ഓ, നിങ്ങൾ വന്നോ? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ നിങ്ങളെ കണ്ടില്ലല്ലോ. എന്താ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചത്. അതിനപ്പുറം ഞാനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടില്ല. ഞാൻ എന്താ പറയാം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കറിയണ്ടേ എന്താ ഉണ്ടായെന്ന്? അവള് പറയില്ല. ഞാൻ തന്നെ പറഞ്ഞുതരാം നിനക്ക്. നീ കേട്ടത് പറഞ്ഞതും എല്ലാം സത്യമാണ്. എനിക്കെല്ലാതേക്കും ഒരു മോനല്ല, 2 ആൺകുട്ടികളാണ് ജനിച്ചത്. നിങ്ങളുടെ 1-ാം പിറന്നാളില് ഞങ്ങൾ കാത്തിരുന്നതാ. നിന്റെ അമ്മൂമ്മയുടെ ആഗ്രഹപ്രകാരം നിങ്ങളെ 2 പേരെയും മീനാക്ഷി കോവിലിൽ കൊണ്ടുചെന്ന് തലമുണ്ടനം ചെയ്യാമെന്ന് ഞങ്ങൾ നേർച്ച നേർന്നിരുന്നു. അങ്ങനെ നിങ്ങളുടെ പിറന്നാളിന്റെ അന്ന് തന്നെ 2 പേരെയും ഈ 2 കൈയിലെടുത്ത് നിന്റെ അമ്മയും ഞാനും മീനാക്ഷി കോവിലിന്റെ പടി ചവിട്ടി. അവളെ ഒരു വശത്ത് നിർത്തി ഞാൻ പൂമാല വാങ്ങിക്കാനെ പുറത്തേക്ക് ഇറങ്ങി. ഉത്സവം പ്രമാണിച്ച് ഭക്തന്മാർ അവിടെ ഒഴുകിയെത്തി. ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വെച്ച് ഭൈരവ് നിന്റെ അമ്മയുടെ കൈ വിടുവിച്ച് എങ്ങോട്ടോ കൂടിപ്പോയി.
നിന്നെ മറ്റേ കൈയിൽ പിടിച്ചുകൊണ്ട് ഭൈരവിന്റെ പുറകെ അമ്മ അന്വേഷിച്ചു ചെന്നു. പക്ഷെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭൈരവനെ കണ്ടെത്താനായിട്ട് ഞങ്ങൾ പോലീസിനെ സമീപിച്ചു. പക്ഷെ അവിടെയും ഫലമുണ്ടായില്ല. അവനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൂടി അറിഞ്ഞതോടെ നിന്റെ അമ്മ മൊത്തത്തിൽ തകർന്നു. അവൾ ഒരു പിണാന്തിയെ പോലെ നിന്നെയും കൂടെ നഷ്ടമാവുമെന്നുള്ള പേടിയായി അവൾക്ക്. അങ്ങനെ 2 വട്ടം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഓരോ ദിവസവും അവൾ ഭൈരവിനെ ഓർത്ത് കരയുമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാന്നറിയാവോ ഞാൻ അവളെ ഇന്ന് ആ കാണുന്ന ആ ഒരു ഇതിൽ കൊണ്ടെത്തിച്ചെന്നറിയാമോ? ഒറ്റ ദിവസം കൊണ്ടാണ് നീ ഇതെല്ലാം നശിപ്പിച്ചത്. അവൾ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവളുടെ ഒരു കുഞ്ഞിനെ നഷ്ടമായി കുറ്റബോധം അവൾ മനസ്സിലിട്ട് നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുക. അവള് നിന്റെ അമ്മയാണ് നീ കുത്തി നോക്കിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കും. ഞാൻ പറഞ്ഞ ഓരോ വാക്കും ഏൽപ്പിച്ചതറിയാം. ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ. നിനക്കൊക്കെ പല തവണ ഞങ്ങൾ വാണിംഗ് തന്നതാ. ഓ, നീയൊക്കെ പറയുന്നത് കേൾക്കണമെന്നുള്ള നിയമമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കിപ്പം കേൾക്കാൻ സൗകര്യമില്ല. ഇനിയെപ്പോലുള്ളവന്മാരോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെ നല്ല ആണിന്റെ കൈയുടെ ചൂടറിഞ്ഞാലും നീയൊക്കെ പഠിക്കും. ബ്രോ ചിൽ, ലാസ്റ്റ് വാർണിംഗ്. ഇനി നീയൊക്കെ ഇത് ആവർത്തിച്ച മോനെ, നീയൊക്കെ കോളേജിന് പുറത്തായിരിക്കും. നോക്കിക്കോ. നിന്നെപ്പോലെ ഒരുത്തം പറയുന്നത് കേൾക്കാനേ ഞങ്ങൾക്ക് പറ്റില്ല. ഇവന്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും അവന്റെ അച്ഛനും അമ്മയും അന്നേ അവൻ ഇട്ടിട്ട് പോയത്. ഓ, ഇവിടെ ഇരിക്കാനല്ലേ? ഞാനകത്തെല്ലാം അന്വേഷിച്ചു. മുഖം പാടിയിരിക്കുന്നത് 2 ദിവസമായിട്ട് അദ്ദേഹത്തിന് നല്ല മൂടോട്ടുണ്ട്. എന്താ സംഭവം പറ. പറ. ഞാൻ ഭൈരവനോടെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് ഭൈരവേട്ടനൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. താനല്ലേ എന്നെ കാണണമെന്ന് പറഞ്ഞ്? അതെ. ഞാൻ ഭൈരവ് കൃഷ്ണ. ഞാൻ അഭി. എനിക്ക് തന്നെ അറിയാം. അതെങ്ങനെ അറിയാം? നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ നമ്മൾ മീറ്റ് ചെയ്യുന്നേ? ഇതിനു മുമ്പ് ഞാൻ തന്റെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ നേരിട്ട് കാണാൻ പറ്റിയ. തന്റെ മുറപ്പെണ്ണില്ലേ പാർവതി, അവൾ എന്റെ ഫ്രണ്ടാ. അവള് പറയാറുണ്ടായിരുന്നു നമ്മളെ കാണാൻ ഒരേപോലെയാണെന്ന്. പക്ഷെ ഞാൻ ഇത്രയും സാമ്യം ഉണ്ടെന്ന് വിചാരിച്ചില്ല. താൻ എന്താ പറയാൻ വന്ന കാര്യം? അത്
ഭൈരവ് ഇത് കേട്ട് കഴിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യാന്നറിയില്ല. പക്ഷേ ഇനിയും സത്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടല്ലോ. താൻ എല്ലാം അറിയണം. ഞാൻ ചെയ്തത് തെറ്റായി പോയോ ദേവു? അവനെന്താ ഒന്നും മിണ്ടാതെ അങ്ങനെ പോയി? ഏട്ടാ, ഭൈരവേട്ടന് കുറച്ച് ടൈം കൊടുക്കുക. എല്ലാം ശരിയാകുമ്പോ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അടുത്ത് തന്നെ വരും, പേടിക്കണ്ട. എന്താണ് എന്നെ പറ്റി പെട്ടെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ്? വേറെ ഒന്നുമില്ല. നിന്നെ നേരിട്ട് കണ്ട് യാത്ര വയ്ക്കണം. പിന്നെ നിന്നൊരു കാര്യം ഏൽപ്പിക്കാനാ നേരിട്ട് വിളിച്ചു വരുത്തിയത്. നീ എങ്ങോട്ട് പോവാ? എന്തിനാ പോന്നേ? എനിക്കിവിടെ നിന്നെല്ലാം കുറച്ചാരം മാറിയിക്കണം. അതിനോടൊപ്പം തന്നെ എന്റെ കരിയറും നേരെയാക്കണം. എന്തിനാണോ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം? ഇത് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല, കുറെ വട്ടം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിനക്ക് പോകാതിരുന്നോളെ. നിന്നെ പറ്റി ഞാൻ അമ്മയുടെ അച്ഛനോട് എല്ലാം പറഞ്ഞു. അവർ നീ വരുന്നതും കാത്തിരിക്കുക. ഈ മോന് വേണ്ടിയല്ലേ ഇത്രയും കാലം അവര് കാത്തിരുന്നേ. അതുപോലെ കുറച്ചു കാലം കൂടി കാത്തിരിക്കട്ടെ. എല്ലാം കലങ്ങി തെളിയുമ്പോ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വന്നോളാം. പിന്നെ നീ ഈ ലെറ്റർ പാർവതിക്ക് കൊടുക്കണം. ഞാൻ അവളോട് ചെയ്തതിനെല്ലാം സോറി പറഞ്ഞേക്കോ. ട്രെയിന് ടൈമായി, ഞാൻ പോകുവോ? എല്ലാം നിന്റെ ഇഷ്ടം പോലെ. പിന്നെ സേഫായിട്ട് പോയിട്ടോ. എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓയ് അബി, உன்னோட இந்த பிரதருக்கு ஒரு குட் பை ஹக் கூட இல்லையா? പാർവതി അവളൊരു പൊട്ടി പെണ്ണാടാ. നീ അവളെ നല്ലോണം നോക്കണം. നീ എന്ന് വെച്ചാ അവൾക്ക് ജീവനാ. यात्री कृपया ध्यान दें, गाड़ी क्रमांक 128008 सुपरफास्ट समता एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ रही है. എന്നോട് നീ യാത്ര പോലും പറയാതെ പോവാണല്ലേ? എനിക്ക് തന്നെ പ്രോമിസിനെ മറന്നുമല്ലേ? പാറു, ഇത് ഭൈരവ് നിന്റെ കൈ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവന് പറയാനുള്ളതെല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സോറി പറയാൻ പറയാം. ഈ ലെറ്റർ നിന്റെ കയ്യിലെത്തുമ്പോഴേക്കും ഞാൻ നിന്നിൽ നിന്നും അകലെ ഒരുപാട് ദൂരം മറിഞ്ഞിട്ടുണ്ടാകാം. എനിക്കറിയാം ഞാൻ നിന്നെ എന്റെ വാക്കുകളാലും പ്രവർത്തികളാലും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. ഐ എം റിയലി സോറി. ഇത്രയും നാൾ എന്റെ കൂടെ ആരുമില്ല എന്ന ചിന്ത മാറ്റി തന്നത് നീ. എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടെന്നോർത്ത് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. നിന്നോടുള്ള ആ സൗഹൃദം എപ്പോഴാ പ്രണയമായി മാറിയെന്ന് എനിക്കറിയില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം മുട്ടിട്ടു എന്ന് എന്നെ പറയാം. ഞാൻ അറിഞ്ഞിരുന്നില്ല നിന്റെ ഉള്ളിൽ മറ്റൊരാളാണെന്ന കാര്യം. നമുക്ക് ഒരിക്കലും കിട്ടാത്തത് ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ലേ? നീ നിന്റെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഹാപ്പി ആയിരിക്കണം. ഞാനൊന്ന് പറഞ്ഞില്ല നീ മറക്കണം. എന്റെ വെറും കളിത്തമാശയായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും മനസ്സിലാക്കി. ഒരു കാറ്റ് പോലെ എൻ കൂടെ വന്നവൾ വഴി മറന്നു പോയോ?
കഥയാ അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും. മാറി നിൽക്കാൻ വേണ്ട, ഞാൻ ചെയ്യട്ടെ. കുറെ ദിവസമായില്ലേ ഇങ്ങനെ നിന്നിട്ട്, കുറച്ചു നേരം ഇങ്ങനെ നിന്നോട്ടെ. പാറു, അത് ഞങ്ങളെന്നും പറയാനിരുന്ന, പക്ഷെ നീ ടെൻഷൻ അടിക്കോ പേടിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ ശല്യമായിട്ടൊന്നും വരത്തില്ല. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ കുറച്ചു നാളായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം അബേട്ടന് ദേവുവിനെ ഇഷ്ടമാണ്. എന്റെ തെറ്റും ഞാൻ പറയണ്ടെന്ന് പറഞ്ഞോളൂ പറയാൻ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും നിങ്ങളുടെ ഇടയ്ക്ക് വരാൻ വരില്ല. നിങ്ങളുടെ റിലേഷനിലേക്ക് ഒരു ബാധ്യതയായിട്ടോ ഒരു ശല്യമായിട്ടോ എന്തായാലും ഈ പാർവതി ഉണ്ടാവില്ല. പാറു, നീ ഇങ്ങോട്ടാ, എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. പാറു, ഒറ്റയ്ക്ക് വിട്ടേക്ക്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പാർവതി. നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് നിന്നോടുള്ള പ്രണയം മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി. അത് മനസ്സിലായപ്പോഴേക്കും നീ എൻ്റെ കയ്യെത്താ ദൂരത്തേക്ക് മറഞ്ഞുപോയി. നീ പറഞ്ഞ ഓരോ വാക്കുകൾ ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കാം. അറിയാതെയാണെങ്കിലും ആ മനസ്സ് വേദനിച്ചത് ഞാൻ കാരണമാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമുണ്ട്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണെന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. ഒരിക്കൽ കൂടി കാണണം. എൻ്റെ ഉള്ളിൽ ഞാൻ മറച്ചു വെച്ച് അപ്പറണെ നിന്നോട് തുറന്നു പറയണം. Artist of the year goes to, any guesses? It's none other than BK Bhairav Krishna. BK, if you don't mind, നിങ്ങളുടെ ഫസ്റ്റ് ലവിനെ പറ്റി പറയാമോ? എന്റെ ഫസ്റ്റ് ലവ് അത് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. ആരും അറിയാതെ, അവൾ പോലും അറിയാതെ ഞാൻ ഇവിടെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ പ്രണയം ഞാൻ എന്നുള്ളിൽ അടക്കി വെച്ചു. അന്നും ഇന്നും ഞാൻ അവളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. This is the last song for today. It's a special dedicate to someone who really special to me. A person who gave purpose to live. The one who supported me in my sadness. I'm sorry for everything. And you are my first and last love forever. तू ही ये मुझको बता दे चाहूं मैं आना, अपने तो दिल का पता दे चाहूं मैं आना। इतना बता दूं तुझको चाहते अपनी मुझको, यूं तो नहीं दिया फिर भी ये सोचा तुमने, अब जो लगा हूँ मिलने पूछूं तुझे एक बार। मुझको बता दे चाहूं मैं या ना, अभी मैं ना देखूं ख्वाब वो जिनमें ना तू मिले, लिखो ले होठ मैंने अब तक थे जो सिले। मुझको ना जितना मुझ पे उतना इस दिल को तुझ पे होने लगा एतबार। तरह लम्हों में अपने बुनती हूँ तेरे सपने, तुझसे हुआ मुझको प्यार। पूछूंगी तुझ
दे चाहूं मैं आना अपने तेरे का पता दे चाहूं मैं आना अपने तू दिल का पता दे चाहूं मैं आना എന്റെ സ്ട്രോങ് പോയി എങ്ങനെയാണെന്ന് കരുതാന്ന് നാണക്കേടത്തെ എത്ര പേരാ നോക്കുന്നേ നോക്കി. Hey, Parvati, would you like to share every moments of life with me? എന്റെ കൂടെ ഇനി നീ എപ്പോഴും കാണണം, അവസാനം വരെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അടികൂടാനും എന്നെ ശല്യം ചെയ്യാനും ഇനി ലൈഫ് ലോങ് നീ എന്റെ കൂടെ വേണം. എന്റെ മാത്രം, ഭൈരവിന്റെ മാത്രം. ഓയ് പൊണ്ടാട്ടി, എന്നെ കല്യാണം പണിക്കിറിയാ? Yes, and I love you forever. നീണ്ട വർഷങ്ങളുടെ വനവാസത്തിന് ശേഷം ഭൈരവ് തിരിച്ചവന്റെ വീട്ടിലോട്ട് വന്നു. അമ്മ, ഓ, അപ്പൊ മോനെ കെട്ടിക്കഴിഞ്ഞപ്പോ മറ്റേ മോനെ വേണ്ടായിരിക്കുമല്ലോ. എന്നാ ശരിക്കും എനിക്ക് വേണ്ട, നിങ്ങൾ അവളെ സ്നേഹം എനിക്ക് വേണ്ട. എന്നാ എനിക്ക് ചോറും പൊരിച്ച മീനും മതിയേ. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ആഗ്രഹിച്ചൊരു ജീവിതം അവർക്ക് കിട്ടി. അയ്യോ, ഞാൻ മറന്നു അടുപ്പത്ത് കുക്കർ വെച്ചിരുത്. എനിക്ക് ഉണ്ടായി 2 കുരിപ്പുകൾ, ഒന്ന് വിതൈ ഒന്ന് വിതൈ. എന്റെ പൊന്നെ, എന്റെ കാലന്മാരാ 2 എണ്ണം. ഭൈരവിനെ ജനിച്ച് ഒരു പൊന്നോമനയായ നല്ല മാലാ പോലൊരു പെങ്കൊച്ച്. നിങ്ങൾ അവിടെ എന്നും കാണിച്ചുകൊണ്ടിരിക്കുവാ. ഡൈപ്പർ വാങ്ങിച്ചില്ലേ? വന്നീ പിള്ളേർ രണ്ടെണ്ണത്തിന്റെ ഡൈപ്പർ മാറ്റിയേ. ഞാൻ എന്തോലെ കുപ്പിന്ന് ഇറങ്ങുന്ന ഭൂതോ. ഇവിടെ ഓരോ സമയം എനിക്ക് ഓരോ പണി തന്നിരിക്കും. ദേവു, ഇവന്മാർക്ക് 2 എണ്ണത്തിന് ഒരു കൂട്ടിന് ഒരു കൊച്ചും കൂടെ വേണ്ടേ? സമ്മതിക്കൂല. ഏത് സമയത്താണോ എനിക്കിതൊക്കെ തോന്നിയത്. ഓ, ഞാൻ മിണ്ടൂല. നിനക്ക് അവരെല്ലാം ഇഷ്ടം. എന്നെ നീ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അവന്മാരാണല്ലോ വന്ന പിന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ട് വന്നു. കൊച്ചു പിള്ളേരെ പോലെ ആവാതെ. ഇപ്പം വന്നാൽ നിങ്ങൾ ചിലപ്പോൾ ലക്കിയാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണ്ടെങ്കിൽ നിങ്ങളുടെ വഴിയുടെ ഏതെങ്കിലും സോപ്പിൽ പോയി കിടന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് എന്റെ ദേവൂട്ടി. ഞാൻ വീട്ടെന്താ ഇപ്പം വരാം കേട്ടോ.
എന്നെ പിച്ചമ്മ. രണ്ടെണ്ണം മനുഷ്യന് സമാധാനം താഴെ രണ്ടെണ്ണോ. ഞാൻ ഇവിടെ ഇരുന്ന് കാര്യം പോ. A few moments later. ബാക്കിയുള്ള കപ്പിൾസ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നീങ്ങിയേ. യാ പെർഫെക്റ്റ്. എല്ലാവരും ശരിക്കണേ, ക്യാമറയിലോട്ട് നോക്കിയേ. 3, 2, 1